നമസ്കാരം, സ്വാഗതം സ്പെഷ്യൽ എഡിഷനിലേക്ക്. സംസ്ഥാനത്ത് പലയിടത്തായി വന്യമൃഗങ്ങൾ ജനജീവിതത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ നിരന്തരമായി റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ്. എന്ന് വെച്ചാൽ ജനങ്ങളുടെ ജീവിതത്തെ മാത്രമല്ല, ജീവൻ എടുക്കുന്നതിന്റെ എണ്ണവും കൂടിക്കൂടിയേ വരുന്നു. വലിയ തോതിലുള്ള ഭീതി വനപ്രദേശത്ത് താമസിക്കുന്ന, വനത്തിന്റെ ഓരത്ത് താമസിക്കുന്ന മനുഷ്യർക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ആത്യന്തികമായ പരിഹാരം ഇതിനുണ്ടാക്കാൻ നമ്മുടെ സർക്കാരുകൾക്കൊട്ട് കഴിയുന്നുമില്ല. ഇതിപ്പോൾ ഇന്ന് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളിലൊന്നായി മാറുമ്പോൾ വലിയ പ്രതിഷേധങ്ങൾ പലയിടത്തും ഉയർന്നു വരുന്നുണ്ട്. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഒരു മലയോര ജാഥ തന്നെ അവർ തുടങ്ങി വെച്ചിരിക്കുന്നു ഈ പ്രശ്നത്തെ എടുത്തുയർത്തിക്കൊണ്ട്. അതായത് വന്യജീവി മനുഷ്യ സംഘർഷ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കുക, ഒപ്പം കർഷകരുടെയും ജനങ്ങളുടെയും ജീവന് സുരക്ഷിതത്വം ഉറപ്പിക്കുക പോലുള്ള മുദ്രാവാക്യങ്ങളാണ് ആ യാത്രയിൽ കോൺഗ്രസ് ഉയർത്തുന്നത്. മറ്റു പലയിടത്തും പ്രാദേശികമായ ആളുകൾ മന്ത്രിക്കെതിരെ അടക്കം പ്രതിഷേധിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് കഴിഞ്ഞ ഈ ഒരു അടുത്ത കാലത്തായി വലിയ തോതിൽ തുറന്നു വരുന്ന ഒരു ജീവിത പ്രശ്നം എന്നതിനെ മുൻനിർത്തിക്കൊണ്ട് ഇതിൻ്റെ ആത്യന്തികമായ പരിഹാരത്തിലേക്ക് നമുക്ക് എങ്ങനെയാണ് സഞ്ചരിക്കാൻ കഴിയുക? ആർക്കാണ് ഇതിൻ്റെ ആദ്യത്തെ ഉത്തരവാദിത്വം ഈ പ്രശ്നം അവസാനിപ്പിക്കാൻ? കേവലമായ ഇപ്പോഴത്തെ നൈമിഷികമായ എന്തെങ്കിലും പ്രവർത്തനങ്ങൾ കൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാൻ കഴിയുന്ന ഭീതിയാണോ ഇപ്പോഴുള്ളത്? കാതലായ പ്രശ്നത്തെ, മൗലികമായ പ്രശ്നത്തെ നമ്മൾ ഇതിനകം അഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടോ? നിയമമാറ്റം എന്ന് പറയുന്ന ആത്യന്തികമായ ആവശ്യത്തിന് എന്തുമാത്രം ഫോഴ്സ് ചെയ്യാൻ കേന്ദ്ര സർക്കാരിനെ അവിടേക്ക് കൊണ്ടുവരാൻ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് കഴിഞ്ഞിട്ടുണ്ട്? പല ചോദ്യങ്ങൾ അവിടെ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് കാടിറങ്ങി വരുന്ന മൃഗങ്ങൾ ഉണ്ടാക്കുന്ന ഈ അസ്വാരസ്യങ്ങൾ, അല്ലെങ്കിൽ ഈ ജീവിത പ്രശ്നത്തെ, ജീവൽ പ്രശ്നത്തെ പരിഹരിക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്വം ആർക്കാണ്? നമ്മുടെ ഫോക്കസ് അവിടേക്ക് എത്തുന്നുണ്ടോ എന്നതാണ്. ഈ ചർച്ചയിലോടൊപ്പം CPIM-ൽ രാജു എബ്രഹാമിനെ ഉടൻ പ്രതീക്ഷിക്കുന്നു. രാജു പി നായർ, കോൺഗ്രസ് നേതാവ്, അലക്സ് ഒഴികയിൽ കിഫ എന്ന കർഷക സംഘടനയുടെ പ്രതിനിധി, CS ഗുരുവായൂരപ്പൻ, വന്യജീവി ഗവേഷകൻ എന്നിവരാണ് നമ്മോടൊപ്പം ഈ ചർച്ചയിൽ ആദ്യം ഉണ്ടാവുക. ആദ്യം അലക്സ് ഒഴികയിൽ, നോക്കൂ, ഇത് നിങ്ങൾ കഴിഞ്ഞ കുറേ കാലമായി ഉയർത്തുന്ന ഒരു പ്രശ്നം ഇന്ന് കേരളത്തിൻ്റെ മുഖ്യധാരയിലെ ഒരു പ്രധാന പ്രശ്നമായി മാറുകയും പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷികൾ അത് ഏറ്റെടുത്തുകൊണ്ട് രംഗത്ത് വരികയും ചെയ്യുന്നു. കോൺഗ്രസ് ഇന്നിപ്പോൾ ഒരു വലിയ ജാഥയ്ക്ക് തന്നെ തുടക്കം കുറിച്ചിരിക്കുകയാണ്. നോക്കൂ, കേരളത്തിലെ ഒരു പ്രധാന പ്രതിപക്ഷ കക്ഷി ഈ പ്രശ്നത്തിൻ്റെ ശരിയായ പരിഹാര മാർഗത്തിൽ ഊന്നിക്കൊണ്ട് ഒരു പൊളിറ്റിക്കൽ സ്റ്റെപ്പ് എടുത്തിരിക്കുന്നു എന്ന ഇന്നത്തെ ഈ തുടങ്ങിയ ജാഥയെ നിങ്ങൾ കാണുന്നുണ്ടോ? നിഷാദെ, തീർച്ചയായിട്ടും ആ ജാഥയെ ഞങ്ങൾ സ്വാഗതം ചെയ്തിരുന്നു. പക്ഷേ ഒരു ചെറിയ കണ്ടീഷനോട് കൂടി ഞങ്ങൾ ആ ജാഥയിൽ UDF മറുപടി പറയേണ്ട 10 ചോദ്യങ്ങൾ ഞങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ആ ചോദ്യങ്ങൾക്കുള്ള മറുപടി കിട്ടും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അത് ഒന്നാമതായിട്ട് ഞങ്ങൾ പറഞ്ഞൊരു കാര്യം, UDF അധികാരത്തിൽ വന്നാൽ വനത്തിന് വെളിയിലിറങ്ങുന്ന വന്യമൃഗങ്ങളെ സ്വന്തം രക്ഷയ്ക്കായിട്ട് സെൽഫ് ഡിഫൻസ് എന്ന് പറയുന്ന ഒരു വകുപ്പുണ്ട്. CRPC 100, പഴയ CRPC 100 സെൽഫ് ഡിഫൻസിനായിട്ട് ഒരു മൃഗത്തെ, നമ്മുടെ വീട്ടിൽ, നമ്മുടെ പറമ്പിൽ നമ്മളെ ആക്രമിക്കുന്ന ഒരു മൃഗത്തെ കൊന്നാൽ കേസെടുക്കാതിരിക്കാൻ സംസ്ഥാന സർക്കാരിന്റെ വിവേചന അധികാരമുണ്ട്. നമ്മുടെ ഈ സർക്കാർ അത് ചെയ്തിട്ടുണ്ട്. ഇടുക്കിയിലും മാങ്കുളത്ത് ഗോപാലൻ എന്ന് പറഞ്ഞ ഒരു ആദിവാസി യുവാവ് ഒരു പുലിയെ കൊന്നപ്പോൾ ആ ഗോപാലൻ പുലിയെ കൊന്നത് സ്വരക്ഷയ്ക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് അയാൾക്കെതിരെ കേസെടുക്കുന്നില്ല എന്ന് പ്രഖ്യാപിച്ചത് നമ്മുടെ ഇപ്പോഴത്തെ വനമന്ത്രി C ശശീന്ദ്രനാണ്. അപ്പൊ ആ ഒരു വകുപ്പ് ഉപയോഗിച്ചുകൊണ്ട് വനത്തിന് വെളിയിലിറങ്ങുന്ന മൃഗങ്ങളെ അവർക്ക് സ്വരക്ഷയ്ക്കായിട്ട് നേരിടാനുള്ള അവകാശം കർഷകർക്ക് നൽകും എന്ന് പറയാനുള്ള ആർജവം UDF ഉണ്ടോ എന്നുള്ളതാണ് ഞങ്ങളുടെ ഫസ്റ്റ് ചോദ്യം. അതുപോലെ 10 ചോദ്യങ്ങളുണ്ട്, ഞാൻ എല്ലാത്തിനെയും കടക്കുന്നില്ല. അതിന്റെ ആ ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞുകൊണ്ട് UDF അധികാരത്തിൽ വന്നാൽ എന്ത് ചെയ്യും എന്ന് കൃത്യമായിട്ട് പറയാനുള്ള ബാധ്യത അവർക്കുണ്ട്. ദൗർഭാഗ്യവശാൽ ഇന്നലെ കരുവഞ്ചാലിൽ നടന്ന ഉദ്ഘാടനത്തിൽ പോലും സുധാകരൻ പ്രസംഗിച്ചത് ഞങ്ങളുടെ കാലത്ത് ഞങ്ങൾ ഇതൊക്കെ ശ്രമിച്ച് പരാജയപ്പെട്ടതാണ്, അതുകൊണ്ട് ഇതിലൊന്നും ചെയ്യാനില്ല എന്ന മട്ടിലുള്ള തികച്ചും നെഗറ്റീവായിട്ടുള്ള ഒരു പ്രസംഗമാണ് സുധാകരൻ എന്ന KPCC പ്രസിഡന്റ് ഭാഗത്തുനിന്നുണ്ടായത്. അതുകൊണ്ട് തന്നെ UDF-ന്റെ ഈ ഒരു യാത്രയ്ക്ക് എന്തുമാത്രം ആത്മാർത്ഥതയുണ്ടെന്നും ഈ പ്രശ്നം പരിഹരിക്കാൻ അവർ എന്തെങ്കിലും ചെയ്യുമെന്നും കാത്തിരുന്ന് കാണാം എന്ന് മാത്രം ഞങ്ങൾ പറയുന്നുള്ളൂ. അതൊന്ന്. രണ്ടാമത്തെ കാര്യം, നിഷാദെ, ഇതില് ഇപ്പൊ സംസ്ഥാന സർക്കാർ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ കളവാണ് എന്ന് ബോധ്യപ്പെട്ടിരിക്കുക. ഇന്നലെ മിനിങ്ങാന്നൊക്കെ ആയിട്ട് ചർച്ച ചെയ്യുന്നത് ഞങ്ങളുടെ പ്രതിനിധികളൊക്കെ മീഡിയകളിൽ ഉണ്ടായിരുന്നു. എന്താ സർക്കാർ പറഞ്ഞുകൊണ്ടിരുന്നത്? കേന്ദ്ര സർക്കാർ അനുവദിക്കുന്നില്ല, കേന്ദ്ര സർക്കാർ സമ്മതിക്കുന്നില്ല, SOP സമ്മതിക്കുന്നില്ല. പക്ഷെ ഇന്ന് മന്ത്രി പറഞ്ഞല്ലോ വെടിവെക്കാൻ ഉത്തരവിടും, തീരുമാനമായിട്ടുണ്ട്. അതെങ്ങനെ തീരുമാനമായത്? ഈ കടുവ നരഭോജി കടുവയാണെന്ന് ഇന്നലത്തെ നിന്ന് ഇന്ന് എന്ത് വ്യത്യാസം ഉണ്ടായത്? ഒരു ഫോറസ്റ്റുകാരനെ കടുവ ആക്രമിച്ചതോടുകൂടി നരഭോജിയാണ് എന്ന് ചീഫ് വൈൽഡ് ലൈഫ് വാർഡിന് ബോധ്യം വന്നോ? ഏത് വകുപ്പ് പ്രകാരം അവർ ഉത്തരവിടാൻ പോകുന്നത്? വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് സെക്ഷൻ 11(1)A പ്രകാരം എനിക്ക് ഉത്തരവിടാൻ പറ്റില്ല എന്നാണല്ലോ ചീഫ് വൈൽഡ് ലൈഫ് വാർഡ് ഇന്നലെ അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. അദ്ദേഹം അഭിപ്രായം മാറ്റിയോ? അതോ ഞങ്ങൾ തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമാണ്, വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിൽ പ്രായോഗികമായ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ CRPC 133(1)FO അല്ലെങ്കിൽ ദുരന്ത നിവാരണ നിയമപ്രകാരം സെക്ഷൻ 2D 2E വകുപ്പുകൾ പ്രകാരം ജില്ലാ കളക്ടർക്ക് ഉത്തരവിടാൻ പറ്റും. ഞങ്ങളിത് വർഷങ്ങളായിട്ട് ചൂണ്ടിക്കളിക്കുന്ന കാര്യമാണ്. ദുരന്ത നിവാരണ നിയമത്തിന് കേന്ദ്ര നിയമവുമായിട്ട് യാതൊരു ബന്ധവുമില്ല, അത് പ്രോട്ടോകോളിൽ, അത് എമർജൻസി ആക്ട് ആണ്. CRPC 133(1)F ഞാൻ ഇന്നലത്തെ ചർച്ചയിൽ വളരെ വിശദമായിട്ട് അതിന്റെ സുപ്രീം കോടതി വിധി അടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞതാണ്. ഇത് ജില്ലാ മജിസ്ട്രേറ്റിന്റെ എക്സിക്യൂട്ടീവ് അധികാരം ഉപയോഗിച്ചുള്ള എമർജൻസി ഇടപെടലിനുള്ള അധികാരമുണ്ട്. അത് സിവിൽ കോടതിക്ക് പോലും ചോദിക്കാൻ പറ്റില്ല.
ഒരു കോടതിക്ക് ചോദ്യം ചെയ്യാൻ പറ്റാത്ത അധികാരം ജില്ലാ കളക്ടറുടെ കയ്യിലുണ്ട്. ഇതിൽ ഏത് അധികാരം ഉപയോഗിച്ചാണ് ഇപ്പോൾ വനം മന്ത്രി ഈ വെടിവെക്കാൻ ഉത്തരവിടുമെന്ന് പറഞ്ഞിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഞാൻ അദ്ദേഹത്തിന്റെ പത്രസമ്മേളനം മൊത്തം കണ്ടില്ല. സെക്ഷൻ 11(1)(a) ആണെങ്കിൽ ഇന്നലെ വരെ പറഞ്ഞത് മുഴുവൻ കളവാണെന്ന് അർത്ഥം. രണ്ട്, ഇനിയിപ്പം CRPC 133(1)(f) പ്രകാരമോ അല്ലെങ്കിൽ ദുരന്ത നിവാരണ പ്രകാരമാണെങ്കിൽ ഈ നിയമം പണ്ടും ഉണ്ടായിരുന്നല്ലോ. തോമസിനെ കൊന്നപ്പോഴും പ്രജീഷിനെ കൊന്നപ്പോഴും എന്റെ സ്വന്തം നാട്ടിൽ കക്കയത്ത് പാലാട്ടിൽ അവറാച്ചൻ എന്ന ആളെ കാട്ടുപോത്ത് കുത്തി കൊന്നപ്പോഴൊക്കെ ഈ നിയമങ്ങൾ ഉണ്ടായിരുന്നല്ലോ. എന്തുകൊണ്ടാണ് സർക്കാർ അത് ഉപയോഗിക്കാൻ മടിച്ചത്? അപ്പോൾ നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ്, നിയമപ്രകാരം ഞങ്ങളുടെ കൈകൾ കെട്ടപ്പെട്ടു, നിയമം അനുവദിക്കുന്നില്ല എന്നുള്ള നുണ പറയുന്നത് സംസ്ഥാന സർക്കാർ നിർത്തണം എന്ന് വളരെ ശക്തമായിട്ട് ഞങ്ങൾ ആവശ്യപ്പെടുക. സർക്കാരിന് കഴിയുന്ന കാര്യങ്ങൾ തങ്ങൾക്ക് കഴിയില്ല എന്ന് പറയുന്നത് നിർത്തണമെന്ന ആവശ്യം നിങ്ങൾ ഉന്നയിക്കും. ഞാൻ ഈ ജാഥയെക്കുറിച്ചും ചോദിക്കട്ടെ. അല്ലാതെ ഇതിനകത്ത് അലക്സ്, താങ്കൾ പറഞ്ഞു UDF വന്നാൽ എന്ത് പരിഹാരം സംസ്ഥാന സർക്കാരിന്റെ അധികാര പരിധിക്കകത്തു നിന്നുകൊണ്ട് ചെയ്യും എന്ന കാര്യത്തിൽ അവർ വ്യക്തത വരുത്തുന്നില്ല എന്നാണ്. ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ കെ സുധാകരൻ ഞങ്ങൾ പരിശ്രമിച്ച് പരാജയപ്പെട്ടതാണ് എന്ന ധ്വനിയിൽ വർത്തമാനം പറയുന്നത് കണ്ടു. ഇന്നിപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗം ന്യായീകരിച്ചുകൊണ്ട് ദേശാഭിമാനി ദിനപത്രം പ്രസിദ്ധീകരിച്ച ലേഖനത്തിൽ പറയുന്നത് അക്കാലത്തുണ്ടായിരുന്നത്, അതായത് 2016 മുമ്പുണ്ടായിരുന്നതും ഇപ്പോഴത്തേതുമായ കണക്കുകൾ പരിശോധിച്ച് നോക്കൂ, കൂടുതൽ ഡാമേജ് ഉണ്ടായത് ആ കാലത്താണ്. ഞങ്ങളാവട്ടെ കൂടുതൽ ശാസ്ത്രീയമായ പരിശ്രമങ്ങൾ നടത്തുന്നു, 12 സോണുകളായിട്ട് ഈ വനമേഖലയെ തിരിച്ചിരിക്കുന്നു, പരമാവധി പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുന്നു, പരമാവധി ആശ്വാസ ധനസഹായം എത്തിക്കുന്നു, ആശ്രിത നിയമനം നൽകുന്നു. അപ്പോൾ ഗവൺമെന്റിന് ഇപ്പോഴത്തെ നിയമത്തിനകത്ത് നിന്നുകൊണ്ട് ചെയ്യാൻ കഴിയുന്നതിന്റെ പരമാവധി ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതേസമയം ഹ്രസ്വകാല ദീർഘകാല പ്ലാനുകൾ വേണം, പണം വേണമെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെടുന്നു. അവരാവട്ടെ നിയമവും മാറ്റുന്നില്ല, പൈസയും തരുന്നില്ല. അപ്പോൾ ഈ UDF ഇപ്പോൾ നടത്തുന്നത് ഒരു സന്ദർഭത്തെ പ്രയോജനപ്പെടുത്താനുള്ള കേവലമായ രാഷ്ട്രീയ അടവ് മാത്രമാണ്. അവർക്കതിനകത്ത് ചരിത്രവുമില്ല, ഭാവിയിലൊരു പ്ലാനുമില്ല എന്ന ആക്ഷേപത്തെ നിങ്ങളും സീരിയസ് ആയി എടുക്കുന്നുണ്ടോ? എന്നോടാണോ ചോദ്യം? യെസ് യെസ്. നിഷാദെ, ചോദ്യം ആരോടാണ്? എന്നോടാണോ? യെസ് അലക്സ്, താങ്കളോട്. ഹലോ, ചോദ്യം എന്നോടാണോ നിഷാദെ? യെസ് യെസ്. ഹലോ അലക്സ്, കേൾക്കുന്നുണ്ടോ? നിഷാദ്, ചോദ്യം എന്നോടാണോ? യെസ് യെസ്, ഞാൻ താങ്കളോടാണ് ചോദിക്കുന്നത്. അലക്സ്, എന്നോടാണോ ചോദ്യം? ഞാൻ പറയുന്നത് അലക്സ് കേൾക്കുന്നുണ്ടോ? ഇല്ല ഇല്ല. നിഷാദ്, ചോദ്യം എന്നോടാണോ? അലക്സ് ഞാൻ താങ്കളിലേക്ക് ഒന്ന് വരാം. ഇതിനകത്ത് സംസ്ഥാന സർക്കാരിൻ്റെ ഉത്തരവാദിത്വം മറ്റെല്ലാത്തിനേക്കാളും മുകളിൽ നിൽക്കുന്നു എന്ന നിലക്ക് കോൺഗ്രസ് ഒരു നെഗറ്റീവ് സെറ്റ് ചെയ്യുന്നു. BJP അവരെ ആക്രമിക്കാൻ മടിക്കുന്നു എന്ന മട്ടിലാണ് ഇപ്പോൾ സർക്കാർ അല്ലെങ്കിൽ CPIM അടക്കമുള്ള കക്ഷികൾ ഇപ്പോൾ ഈ പ്രശ്നത്തെ അവതരിപ്പിക്കുന്നത്. അങ്ങനെയാണ്. ശ്രീ രാജു പി നായർ, നിങ്ങൾ നടത്തുന്ന ഈ യാത്രയ്ക്ക് ഈ പ്രശ്നത്തിൻ്റെ ആത്യന്തിക പരിഹാരത്തിലേക്ക് ഒരു ഊന്നലുമില്ല. ആത്യന്തിക പരിഹാരം എന്ന് വെച്ചാൽ കേന്ദ്ര സർക്കാർ നിയമമാറ്റം കൊണ്ടുവരിക, നമ്മൾ നേരിടുന്ന ഈ പ്രശ്നത്തെ എന്നേക്കുമായി പരിഹരിക്കുന്നതിന് അതാണ് ആവശ്യമെന്നിരിക്കെ അതിലേക്ക് ഫോക്കസ് ചെയ്യാതെ നിങ്ങൾ സംസ്ഥാന സർക്കാരിനെ മാത്രമായി വിമർശിക്കുകയും ഇതൊരു സംസ്ഥാന പ്രശ്നമാക്കി ചുരുക്കാനും ശ്രമിക്കുന്നുവെന്നാണ് ഒന്നാമത്തെ വിമർശനം. 2, കെ സുധാകരൻ പറയുന്നു ഞങ്ങൾ പയറ്റി പണിത് പരമാവധി നോക്കിയതാണ്, ഒന്നും നടന്നിട്ടില്ല എന്ന്. കർഷക സംഘടനകൾ പറയുന്നു നിങ്ങൾക്കൊരു ഫ്യൂച്ചർ പ്ലാൻ ഒന്നുമില്ല, നിങ്ങളൊരു സമരത്തിന് മാത്രമുള്ള ഉപാധിയാക്കി ഇതിനെ മാറ്റുന്നു. ഈ വിമർശനത്തെ മറികടന്നുകൊണ്ട് സംസാരിക്കാമോ ആദ്യം? അല്ല, ഒന്ന് CPM ഈ വിഷയത്തിൽ ഇന്ന് ജനരോഷം അവർക്ക് നേരെ വലിയ രീതിയിൽ മാറിയപ്പോൾ അത് അവരുടെ നിരുത്തരവാദപരമായിട്ടുള്ള സമീപനത്തിൻ്റെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അത് വന്നപ്പോൾ അതിന് UDFനെ എതിരായിട്ട് മാറ്റാൻ കഴിയുമോ എന്നുള്ള കുതന്ത്രം ശ്രമിച്ചുകൊണ്ടിരിക്കുക. അതിന് നമ്മളൊക്കെ ഏറ്റുപാടേണ്ട കാര്യമുണ്ടോയെന്ന് മാധ്യമങ്ങൾ ആലോചിക്കണം. എന്നാണ് ഈ മലയോര യാത്ര പ്രഖ്യാപിച്ചതെന്ന? മലയോര യാത്ര പ്രഖ്യാപിക്കുമ്പോൾ രാധയും മരിച്ചിട്ടില്ല, അതിനു മുമ്പ് കാട്ടാന ആക്രമണത്തിലുള്ള മനുഷ്യനും മരിച്ചിട്ടില്ലല്ലോ. മലയോര യാത്ര പ്രഖ്യാപിക്കുന്നത് മലയോര മേഖലയിലും കർഷകർക്കുമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ബഫർ സോൺ ഉൾപ്പെടെ ഉന്നയിച്ചുകൊണ്ടിട്ടുള്ള നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ളൊരു യാത്രയാണ് മാസങ്ങൾക്ക് മുമ്പ് പ്രഖ്യാപിച്ചത്. 1 മാസം മുമ്പ് ഏകദേശം അതിൻ്റെ ആലോചന തുടങ്ങി പ്രഖ്യാപിച്ച ഒരു യാത്രയാണ്. അങ്ങനെയുള്ളൊരു യാത്ര ഇന്ന് ഈ സർക്കാരിൻ്റെ പിടിപ്പുകേട് കൊണ്ട് വയനാട് ഒരു അരാജകത്വത്തിൻ്റെ നിഴലിലേക്ക് പോകുന്ന സാഹചര്യത്തിൽ അതിനെ കോൺഗ്രസിനെതിരെ മാറ്റാൻ ശ്രമിക്കുന്നത് ജനങ്ങൾക്ക് മനസ്സിലാവാതിരിക്കുന്നതാണോ? മലയോര യാത്രയിൽ ഒരു കാര്യം ആണ് വന്യജീവി ആക്രമണത്തെ സംബന്ധിച്ചിട്ടുള്ള കൃത്യമായ നടപടികൾ വേണം എന്നുള്ളത്. ഒന്ന് മനസ്സിലായില്ലേ? ഇപ്പോൾ എന്താ പ്രശ്നം? എന്തുകൊണ്ടാണ് നിഷാദെ ഈ കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് ദുരന്തമുഖത്ത് സർക്കാരിന് ചെല്ലാൻ പോലും കഴിയാത്തത്? നമുക്ക് ഓർമ്മയുണ്ടല്ലോ, ഓഖി ദുരന്തത്തിൻ്റെ അവിടെ ചെന്നപ്പോൾ മുഖ്യമന്ത്രിയെ പങ്കായത്തിലടിച്ച്
ഓടിക്കുന്ന സാഹചര്യം ഉണ്ടായില്ല. അവസാനം മന്ത്രി കൂടെ വന്ന മന്ത്രിയുടെ കാറിൽ കയറി രക്ഷപ്പെട്ട് പോകേണ്ട സാഹചര്യം ഉണ്ടായി. പ്രളയമുണ്ടായപ്പോൾ പലയിടത്തും സർക്കാരിൻ്റെ അനാസ്ഥയെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെട്ടു ഇല്ലേ? ഇവിടെ ദുരന്തങ്ങൾ ഉണ്ടാവുമ്പോൾ, മനുഷ്യന് പ്രശ്നമുണ്ടാവുമ്പോൾ ആ പ്രശ്നങ്ങളോട് അനുതാപപൂർവം പ്രതികരിക്കാൻ പോലും കഴിയാത്ത ഒരു സർക്കാരായിട്ട് മാറുകയാണ്. ഇതാ നോക്കൂ, ആ രാധയെ അവർ കാപ്പിത്തോട്ടത്തിൽ പോയപ്പോൾ അവരെ സ്വകാര്യ ഭൂമിയിൽ വെച്ചാണ് പുലി ആക്രമിക്കുന്നത്. ആ പുലി ആക്രമിച്ച് കാട്ടിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. ഇന്നലെ ഞാൻ മറ്റൊരു ചാനലിൽ ചർച്ചയുണ്ടായിരുന്നു. ഷാനവാസ് എന്ന് പറയുന്ന ആളുടെ വീട്ടിനകത്ത് അടുക്കളയുടെ പുറകിൽ പുലി വന്നതാണ് കാണുന്നത്. അത്രയും പ്രധാനപ്പെട്ട പ്രശ്നം, വന്യമൃഗങ്ങൾ പുറത്തേക്കിറങ്ങി ജനങ്ങളെ ആക്രമിക്കുന്നു എന്നുള്ള പ്രശ്നം അവിടെ നിലനിൽക്കുമ്പോൾ, അത് വൈകാരികമായി നിൽക്കുമ്പോൾ, ആ വകുപ്പിന്റെ മന്ത്രി പറയാണ് കാട്ടിനകത്ത് വെച്ചാണ് ആക്രമിച്ചത്. വസ്തുതകൾ എന്താണെന്ന് പോലും പഠിക്കാൻ ഇത്രയും വലിയൊരു പ്രശ്നം നടക്കുമ്പോൾ ശ്രമിക്കാത്ത ഒരു ഗവൺമെന്റ്, അതിനോട് അനുതാപപൂർവ്വം പ്രതികരിക്കാൻ കഴിയാത്ത ഒരു ഗവൺമെന്റ്. ആരാ CK ശശീന്ദ്രൻ എന്ന് പറയുന്നത്? CK ശശീന്ദ്രൻ എന്ന് പറഞ്ഞാൽ ഈ പ്രശ്നം ഡീൽ ചെയ്യേണ്ട വകുപ്പിന്റെ മേധാവിയായിട്ടുള്ള മന്ത്രിയാണ്. അത് മാത്രമാണോ? വയനാട് ജില്ലയുടെ ചാർജുള്ള മന്ത്രിയാണ് ഇല്ലേ? വയനാട് ജില്ലയുടെ ചാർജുള്ള എന്ന് വെച്ചാൽ ഇത്തരത്തിലൊരു പ്രശ്നമുണ്ടാകുമ്പോൾ അവിടുത്തെ വനം വകുപ്പിനെയും റവന്യൂ വകുപ്പിനെയും ഉൾപ്പെടെയുള്ള പോലീസിനെയും മറ്റ് ഏജൻസികളെയും എല്ലാം ഏകോപനം നടത്തിക്കൊണ്ട് കൃത്യമായിട്ടുള്ള നടപടികൾ എടുക്കാൻ വേണ്ടി ചുമതല മന്ത്രിയാണ് ജില്ലയുടെ. ആ ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി അടിവാരത്ത് പാട്ട് പാടിക്കൊണ്ടിരിക്കുക ഇല്ലേ? ജില്ലയുടെ ചുമതലയുള്ള ഒരു മന്ത്രി ആ നാട് കത്തിക്കൊണ്ടിരിക്കുമ്പോൾ, മനുഷ്യർ മുഴുവൻ ജീവന് വേണ്ടിയിട്ടുള്ള നെട്ടോട്ടം ഓടുമ്പോൾ, അവർക്ക് ആശങ്കയോടെ നിന്നുകൊണ്ട് അവർ രാത്രി പോലും ഉറക്കമൊഴിയാതെ ഇന്നുകൊണ്ട് ജീവിക്കുന്ന ഒരു സമയത്ത് ജില്ലയുടെ ചാർജുള്ള കളക്ടർ ഉൾപ്പെടെ DFO ഉൾപ്പെടെ ഏകോപനം നടത്തി അതിന് പരിഹാരം കാണേണ്ട മന്ത്രി താഴത്ത് ഫാഷൻ ഷോയിലാണ്, പാട്ട് പാടുകയാണ്. ഈ ചെന്നാൽ നാട്ടുകാർ കൈകാര്യം ചെയ്യാതെ വിടുവോ? ഓക്കി ദുരന്തം ഉണ്ടായപ്പോൾ മൂക്കിന് താഴത്തായിരുന്നു ആ ദുരന്തം ഉണ്ടായത്. ഒരാഴ്ച എടുത്തു മുഖ്യമന്ത്രി അങ്ങോട്ട് ചെല്ലാൻ. അപ്പൊ അവിടുത്തെ ജനങ്ങൾ വൈകാരികമായി പ്രതികരിച്ചു. ഒരു ദുരന്തത്തോട് പ്രതികരിക്കാൻ പോലും ഈ സർക്കാർ പരാജയപ്പെട്ടിരിക്കുന്നു. അതല്ലേ ഈ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം. പിന്നെ ഈ ചർച്ച മുഴുവൻ ഇന്ന് ഈ പുലിയെ കടുവയെ കൊല്ലുന്നിടത്തേക്ക് പോവുകയാണ്. കടുവയെ വെടിവെച്ച് കൊല്ലണം, അതിനകത്ത് തർക്കമില്ല. ഈ കടുവയെ കൊന്നതുകൊണ്ട് മാത്രമേ ഈ പ്രശ്നം പരിഹരിക്കപ്പെടാൻ പറ്റുമോ? ഞാൻ ചോദിക്കട്ടെ, ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് എന്ത് നടപടി കഴിഞ്ഞ 10 വർഷമായിട്ട് ഈ ഗവൺമെന്റ് സ്വീകരിച്ചു? കെ സുധാകരൻ പറഞ്ഞ പ്രസ്താവനയിൽ കയറി പിടിക്കേണ്ട. 15 വർഷം മുമ്പാണ് കെ സുധാകരൻ വനം വകുപ്പിന്റെ മന്ത്രിയായിട്ടിരുന്നത്. അന്നുണ്ടായിരുന്ന ടെക്നോളജി അല്ല ഇന്നുള്ളത്. തെർമൽ ക്യാം ഉൾപ്പെടെ AI സ്കാനർ ഉൾപ്പെടെ നമ്മുടെ ടെക്നോളജി വളർന്നിരിക്കുന്നു. ഇന്ന് വന്യമൃഗങ്ങളുടെ നീക്കങ്ങൾ നിരീക്ഷിച്ച് ദുരന്തങ്ങൾ പോലും പ്രവചിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് നമ്മുടെ ആധുനിക സാങ്കേതിക വിദ്യ വളർന്നിരിക്കുകയാണ്. അന്നത്തെ നിലയിൽ നിന്ന് മാറി ഇന്ന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളുണ്ട്. നിയമസഭയ്ക്കകത്ത് ചോദിച്ചല്ലോ, കഴിഞ്ഞ 3 വർഷമായിട്ട് ഫെൻസിങ്ങിന് പോയിട്ട്, റെയിൽവേലി ഉൾപ്പെടെ ഉള്ള ഫെൻസിങ്ങിന് പോയിട്ട് പോലും 1 രൂപ ചെലവാക്കിയിട്ടില്ല. 1 രൂപ. അതിരപ്പള്ളി ഉൾപ്പെടെയുള്ള മേഖലയിൽ നബാർഡ് കൊടുത്ത 13.5 കോടി രൂപയുടെ പാക്കേജ് പോലും നടപ്പാക്കാൻ ടെൻഡർ ചെയ്യാൻ കഴിയാത്തൊരു ഗവൺമെന്റ് ആയിട്ട് മാറി. നിഷാദ്, ഞാനും ചോദിക്കട്ടെ, ഒരു അരിക്കൊമ്പനുണ്ടായിരുന്നല്ലോ, നമുക്ക് നിരന്തരം വാർത്തയായിരുന്നില്ലേ? ആഴ്ചകളോളം ഇറങ്ങി നമ്മുടെ നാട്ടിലിറങ്ങി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വാർത്ത നമ്മൾ സ്ഥിരമായിട്ട് കേട്ടിരുന്നല്ലേ? അവസാനം അരിക്കൊമ്പനെ പിടികൂടി തമിഴ്നാട് കൊണ്ടയച്ചു. നിങ്ങൾക്ക് ഇപ്പൊ അരിക്കൊമ്പനെ കുറിച്ച് എന്തെങ്കിലും കേൾക്കുന്നുണ്ടോ? അരിക്കൊമ്പനെ കുറിച്ച് എന്താ നിങ്ങൾക്ക് വാർത്ത കിട്ടാത്തത്? തമിഴ്നാട്ടിലെ വനം വകുപ്പ് അരിക്കൊമ്പൻ എന്ന് പറയുന്ന അക്രമകാരിയായ ആനയെ ആ വനത്തിനകത്തേക്ക് ലിമിറ്റ് ചെയ്യാൻ, നിരന്തരമായി നിരീക്ഷിക്കാൻ അവർക്ക് സംവിധാനമുണ്ട്. അവർ ഫലപ്രദമായി നടപ്പാക്കുന്നു. ഒരു കൗതുകമുള്ള വാർത്ത നമ്മൾ വായിച്ചിരുന്നു. ആനകൾ പുറത്തേക്ക് വരാതിരിക്കാൻ ആനകൾക്ക് വേണ്ടി ഭക്ഷണം, അരിയും പച്ചക്കറിയും മറ്റേ ഫലങ്ങൾ ഉൾപ്പെടെ ഉള്ളത് കാട്ടിനകത്ത് കൊണ്ടുപോയി വെക്കുന്നു. കേട്ടപ്പോൾ നമുക്ക് എല്ലാവർക്കും കൗതുകമായിരുന്നു. പക്ഷേ ഈ കാട്ടാന പുറത്തേക്ക് വരാതിരിക്കാൻ വേണ്ടി ഏറ്റവും ഫലപ്രദമായ നടപടിയായിരുന്നു. കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ ഈ കേരളത്തിലെ കാടുകൾക്കകത്ത് വെള്ളം ലഭിക്കുന്നതിന് വേണ്ടി, വന്യമൃഗങ്ങൾക്ക് ഭക്ഷണം ലഭിക്കുന്നതിന് വേണ്ടി എന്ത് നടപടി ഈ സർക്കാർ എടുത്തു? നിങ്ങൾ കേന്ദ്ര സർക്കാരിനെ മാത്രം കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നാൽ സംസ്ഥാന സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ? എത്ര ഫെൻസിംഗ് ഉണ്ടാക്കി? ഫെൻസിംഗ് കൊണ്ട് കടുവയെ തടയാൻ കഴിയില്ല എന്ന് പറയരുത്. നിങ്ങൾ നിഷാദ്, കഴിഞ്ഞ ദിവസം ഉണ്ടായ ചർച്ചയിൽ കിഫയുടെ പ്രതിനിധി ഞാനിത് പറഞ്ഞു ഫെൻസിംഗ് കൊണ്ട് തടയാൻ പറ്റില്ല. നിങ്ങൾ സുന്ദർബാൻ ടൈഗർ റിസർവ് പഠിക്കുക.
അവിടെ വെസ്റ്റ് ബംഗാളിലും ബംഗ്ലാദേശിലുമായിട്ട് കിടക്കുന്ന സുന്ദർബൻ ടൈഗർ റിസർവിന് വേലി കെട്ടി അവർ അതിനെ സംരക്ഷിച്ചിട്ടുണ്ട്. അത് പുറത്തേക്ക് വരാതെ അവർ നോക്കിയിട്ടുണ്ട്. ഇതിനൊന്നും നടപടിയെടുക്കാതെ മരണപ്പെടുമ്പോൾ ഞങ്ങൾ നഷ്ടപരിഹാരം കൊടുത്തു, ഞങ്ങൾ ഇത്രായിരം കോടി രൂപ നഷ്ടപരിഹാരം കൊടുത്തു എന്ന് പറയുന്ന അവകാശപ്പെട്ട് അതിൽ മേനി നടിക്കുന്ന ഒരു ഗവൺമെന്റ് ഈ ലോകത്തുണ്ടെങ്കിൽ അത് ഈ ഗവൺമെന്റ് മാത്രമേ വലിയ ജീവന പ്രശ്നത്തിൽ ആധുനികമായിട്ടുള്ള പരിഹാര മാർഗങ്ങൾ അവലംബിക്കുന്നില്ല, അതിനുവേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല എന്നതാണ് നിങ്ങൾ ഉന്നയിക്കുന്ന ഒരു കാര്യം. അത് സർക്കാരിനെ വിമർശിക്കാവുന്ന ഒരു ഘടകം കൂടിയാണ്. ഞാനൊന്ന് CPIM-ന്റെ പ്രതിനിധിയിലേക്ക് പോകുന്നതിന് മുൻപ് പക്ഷേ ഇത് നോക്കൂ, ഇത് അനുദിനം വലുതായിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ്. ശ്രീ രാജു പി നായർ, എത്ര സ്ഥലത്ത് നമുക്ക് ഫെൻസിങ് ഏർപ്പാടാക്കാൻ കഴിയും, എത്ര സ്ഥലത്ത് ഫെൻസിങ് കൊണ്ട് ഗുണപരമായ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും എന്നുള്ള തർക്കവിതർക്കം അവിടെ നിൽക്കുകയും ചെയ്യുകയാണ്. ആത്യന്തികമായ പരിഹാര മാർഗത്തെക്കുറിച്ച് മറ്റു പലരും സംസാരിക്കുന്നുണ്ട്. ഇതൊരു ത്രെട്ടാണല്ലോ, ലൈഫ് ത്രെട്ടാണ്. ആ ത്രെട്ട് ഇല്ലാതാക്കാനുള്ള മനുഷ്യന്റെ അവകാശത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാവണം നിയമങ്ങൾ ഈ പുതിയ കാലത്ത് വേണ്ടതെന്നാണ്. അപ്പോൾ നിയമമാറ്റം വേണം. അപ്പോൾ നിയമമാറ്റം എന്ന് പറയുന്ന വലിയ ഉയർന്നു കേൾക്കുന്ന ആവശ്യത്തെ നിങ്ങൾ റെപ്രസെന്റ് ചെയ്യുന്നില്ലേ? നിയമമാറ്റത്തിലല്ല ഫോക്കസ് ചെയ്യേണ്ടത്, നിയമമാറ്റത്തിനായല്ല സമ്മർദ്ദം വേണ്ടത്, നിയമമാറ്റത്തിന് വേണ്ടിയല്ല സമരം വേണ്ടത്. സംസ്ഥാന സർക്കാർ ഡേ ടു ഡേ അഫേഴ്സിൽ എടുക്കുന്ന കാര്യങ്ങളിലുള്ള പ്രശ്നങ്ങളുണ്ട്, അവയെ ചൂണ്ടിക്കാണിക്കുകയും അവയെ ഉയർത്തിക്കാണിക്കുകയുമാണ് വേണ്ടത് എന്ന് തീരുമാനിക്കുന്നതിൻ്റെ അടിസ്ഥാനം എന്താണ്? നിയമമാറ്റം ആവശ്യമുള്ളത് ചെയ്യണം. നിയമമാറ്റം ആവശ്യമാണെങ്കിൽ 72-ലെ നിയമത്തിൽ ഭേദഗതി വരുത്തണമെങ്കിൽ അത് ചെയ്യുന്നതിന് പ്രപ്പോസൽ വന്നാൽ കഴിയില്ല. പക്ഷെ നോക്കൂ നിഷാദെ, നിയമത്തിൽ മാറ്റം വേണമെങ്കിൽ മാറ്റം എന്നാണ് നിങ്ങൾ പറയുന്നത്. എന്ന് വെച്ചാൽ ആ നിയമത്തെക്കുറിച്ചോ അതിൽ മാറ്റം വേണ്ടതുണ്ടോ എന്ന കാര്യത്തിലോ നിങ്ങൾക്കൊരു പ്രശ്നമൊന്നും ഇല്ല. അല്ല, മാറ്റം വരണം. ഞാൻ പറഞ്ഞല്ലോ, മാറ്റം നിയമത്തിന്റെ മാത്രം പ്രശ്നം പിടിച്ചുകൊണ്ട് ഈ പ്രശ്നത്തെ ഞാൻ ചോദിക്കട്ടെ, 80 കടുവകൾ ഈ വയനാടുണ്ട്. 2023 രാഹുൽ ഗാന്ധി കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിൽ കത്തെഴുതി. ഏറ്റവും കൂടുതൽ ടൈഗർ ഡെൻസിറ്റി ഉള്ള മേഖലയായിട്ട് ഈ പറയുന്ന നമ്മുടെ സത്യമംഗലം, അതുപോലെ തന്നെ ബന്ദിപ്പൂർ, നഗർഹോൾ, വയനാട് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ ഏറ്റവും കൂടുതൽ ടൈഗർ ഡെൻസിറ്റി ഉള്ള പ്രദേശമായിട്ട് മാറുന്നു. വയനാട് മാത്രം 80 കടുവകൾ അവരുടെ നാച്ചുറൽ ഹാബിറ്റാറ്റിൽ പാർക്കാൻ കഴിയാത്തതിന്റെ രീതിയിൽ അതിന് 3 ഇരട്ടിയായി 4 ഇരട്ടിയായി കടുവകളുടെ എണ്ണം വർദ്ധിച്ചിരിക്കുന്നു. കേന്ദ്ര സർക്കാർ ചെയ്യേണ്ടത് നിയമം മാറ്റുന്നതിന് മുമ്പ് ആദ്യമായി ഈ പ്രശ്നത്തിന് അവിടെ നിന്ന് പരിഹാരം കാണുകയല്ലേ. അതിന് ഫെൻസിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞു, അവിടുത്തെ പോപ്പുലേഷൻ കുറയ്ക്കുന്നതിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു, അല്ലെങ്കിൽ പുനരധിവസിക്കുന്നതിനെ സംബന്ധിച്ച് പറഞ്ഞു. ഞാൻ ചോദിക്കുന്നത്, ഈ വന്യമൃഗങ്ങളെ മുഴുവൻ വെടിവെച്ചു കൊന്ന് കള്ള് ചെയ്ത് ഈ ഭൂമിയുടെ അല്ലെങ്കിൽ നാടിന്റെ ഒരു ഇക്വിലിബ്രിയം തകർക്കുക എന്ന് പറയുന്നതിന് നിരുത്തരവാദപരമായിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റുമോ? അത് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം. ആ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ ഇവിടെ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ജനങ്ങളെ സംസ്ഥാന സർക്കാർ ഈ പ്രശ്നത്തിനകത്ത് ഇടപെടുന്നില്ല എന്ന പ്രശ്നത്തെ സജീവമാക്കി നിലനിർത്തേണ്ടതുണ്ട് എന്നാണ്. പിന്നെ മറ്റൊന്ന്, മൃഗങ്ങളെ കൊല്ലുക എന്ന് വെച്ചാൽ കാട്ടിലെ മുഴുവൻ മൃഗങ്ങളെയും കൊന്നു തള്ളുക എന്നല്ല. നമ്മുടെ ഈ പാരസ്പര്യ ജീവിതത്തെ ഇല്ലാതാക്കുക എന്നും അതിനർത്ഥമില്ല. ലോകത്ത് പല രാജ്യങ്ങളിലും ഇങ്ങനെ കള്ളിങ് നടക്കുന്നുണ്ട് എന്നതിനെ കൂടി മുൻനിർത്തി വേണം. ഈ കള്ളിങ് എന്ന ആവശ്യം അശാസ്ത്രീയമാണ് എന്ന വാദം അവതരിപ്പിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. ശ്രീ രാജു പി നായർ, ശ്രീ രാജു എബ്രഹാം, എന്തുകൊണ്ടാണ് ജനങ്ങൾക്ക് ഈ സർക്കാരിന് വിശ്വാസമില്ലാത്തത്? ഓക്കെ, ശ്രീ രാജു എബ്രഹാം, എന്തുകൊണ്ടാണ് ഈ എഫക്റ്റഡ് ഏരിയയിലെ ജനങ്ങൾക്ക് സർക്കാരിന് വിശ്വാസമില്ലാത്തത്? വനം മന്ത്രിയെ വഴിയിൽ തടയുന്നത്, കൂവുന്നത്, പലയിടത്തും നമ്മൾ ആന ഇറങ്ങുന്നതിനെ കുറിച്ചും കടുവ ഇറങ്ങുന്നതിനെ കുറിച്ചുള്ള വാർത്തകൾ വരുമ്പോൾ അവിടെയൊക്കെ ഫെൻസിങ് ഇല്ലാത്തതിനെ കുറിച്ച്, ഫെൻസിങ്ങിന് തുടക്കം കുറിച്ച് അവസാനിപ്പിച്ചതിനെ കുറിച്ച്, ഫെൻസിങ് മെയിൻറ്റെയിൻ ചെയ്യാത്തതിനെ കുറിച്ചുള്ള വിവരങ്ങൾ, വിഷ്വൽസ് പുറത്തു വരികയാണ്. ഗവൺമെന്റ് എന്തുകൊണ്ടാണ് ഇതൊരു പ്രധാനപ്പെട്ട ഇഷ്യൂ ആക്കി എടുക്കുകയും അതിനുവേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്യാത്തത്? എന്താണ്? അതൊരു പ്രധാന ചോദ്യമാണല്ലോ. നമ്മുടെ പ്രിയപ്പെട്ട സഹോദരി രാധ വന്യമൃഗ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് തികച്ചും ദൗർഭാഗ്യകരമാണ്, ദുഃഖകരമാണ്. ഇവിടെ ഒരാൾക്ക് പോലും വന്യമൃഗ ആക്രമണത്തിൽ മരണം സംഭവിക്കാൻ പാടില്ല, ഒരു പരിക്ക് പോലും ഏൽക്കാൻ പാടില്ല എന്ന നിലപാടാണ് ഗവൺമെന്റിന്റെ നിലപാട്. നമ്മളെല്ലാം ആഗ്രഹിക്കുന്നതും അങ്ങനെ തന്നെയാണ്. പക്ഷെ അപ്രതീക്ഷിതമായി വന്യമൃഗ ആക്രമണം ഉണ്ടാവുന്നു. ആനയുടെ ആക്രമണം ഉണ്ടാവുന്നു, കടുവയുടെ ഉണ്ടാവുന്നു, കാട്ടുപന്നിയുടെ ആക്രമണം ഉണ്ടാവുന്നു. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ആളുകൾ കൊല്ലപ്പെട്ടത് കാട്ടുപന്നി ആക്രമണത്തിൽ, അല്ലെങ്കിൽ റോഡിൽ ക്രോസ് ചെയ്യുമ്പോൾ വാഹനങ്ങൾ ഇടിച്ച്. ഇപ്പൊ ഞങ്ങളുടെ പത്തനംതിട്ട ജില്ലയിൽ തന്നെ ഈ ഒരാഴ്ചക്കിടയിൽ 2-3 മരണങ്ങൾ ഉണ്ടായി തോന്നുന്നു ഈ ഒരു 6 മാസത്തിനിടയിൽ.
അപ്പൊ അതൊന്നും ഉണ്ടാവാൻ പാടില്ല എന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അത്യാവശ്യം തന്നെയാണ്. അങ്ങനെ സംഭവങ്ങൾ ഉണ്ടാവുമ്പോൾ ഗവൺമെന്റ് എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്? ഇത് വന്യമൃഗ ആക്രമണം കേരളത്തിൽ ആദ്യത്തെ ആക്രമണം എന്ന രൂപത്തിലാണ് ഇപ്പോൾ എൻ്റെ സ്നേഹിതൻ രാജു പി നായര്, അതുപോലെ തന്നെ ഇന്ന് മന്ത്രിയെ തടഞ്ഞ ആളുകൾ ഒക്കെ അവരുടെ ഒരു സമീപനം അതാണ്. ഇവിടെ ഇതിനു മുമ്പും വന്യമൃഗ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. ആളുകൾ നിർഭാഗ്യവശാൽ മരണപ്പെട്ടിട്ടുണ്ട്. അന്നൊക്കെ വനം മന്ത്രിയെ തടഞ്ഞ് പ്രശ്നം പരിഹരിക്കാൻ ആരെങ്കിലും ശ്രമിച്ചിട്ടുണ്ടോ? ഇപ്പോൾ ഇവിടുത്തെ പുറത്തു വന്ന കണക്കുകൾ പ്രകാരം തന്നെ നമുക്കറിയാം, ഈ വർഷം 31 മരണങ്ങളാണ് ഉണ്ടായത്. 31 ഉണ്ടാകാൻ പാടില്ല എന്ന അഭിപ്രായക്കാരാണ് നമ്മൾ. എന്നാൽ ഇതിനു മുമ്പുള്ള പല വർഷങ്ങളിൽ ഇതിന്റെ എത്രയോ 4 ഇരട്ടി 5 ഇരട്ടി മരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അന്നെങ്കിലും ആരെങ്കിലും മന്ത്രിയെ തടഞ്ഞ് പ്രതിഷേധിക്കാൻ തയ്യാറായിട്ടുണ്ട്? മന്ത്രി എന്ത് കുറ്റമാണ് ചെയ്തത്? മന്ത്രിയാണോ ഇത് കടുവയെ ഇറക്കി വിട്ടത്? മന്ത്രി പാട്ട് പാടാൻ ഇപ്പൊ ഞാൻ തമാശക്ക് പറയുകയാണെന്നുണ്ടെങ്കിലും കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിലെ ബന്ദിപ്പൂരി എന്നല്ലേ ഈ വന്യമൃഗങ്ങൾ മുഴുവൻ കൂടുതൽ നമ്മുടെ നാട്ടിലേക്ക് വരുന്നത്. അത് ഞാൻ പറഞ്ഞത് മുഖവിലേക്ക് എടുക്കേണ്ടതില്ല. ഇവരുടെ ഈ വാദഗതി കാണുമ്പോൾ സത്യത്തിൽ ഒരു പരിഹാസമാണ് തോന്നുന്നത്. ഇവിടെ നമ്മള് രാജു എബ്രഹാം, ഇപ്പോ ഈ പാനലിൽ കോൺഗ്രസ്സുകാർ അപ്പുറത്തുള്ളത് കൊണ്ട് വേണമെങ്കിൽ കോൺഗ്രസിനെതിരായി സംസാരിക്കാം, വാട്ടർ ബോട്ടറി മുന്നോട്ട് വെക്കാം. ഇന്നത്തെ ദേശാഭിമാനി ലേഖനത്തിലും 2016 മുൻപ് ഇതിനേക്കാൾ വഷളായിരുന്നില്ലേ എന്ന ചോദ്യം ചോദിക്കുന്നുണ്ട്. ഈ യാത്രയെ മുൻനിർത്തിക്കൊണ്ട് വേണമെങ്കിലും കോൺഗ്രസിന് മറുപടി പറയാം. പക്ഷേ ആത്യന്തികമായ മറുപടി പറയേണ്ടത് ജനത്തോടാണല്ലോ. ഇന്നിപ്പോൾ പ്രതിഷേധിക്കുന്ന എല്ലാവരും, ഇതിന് മുൻപ് പ്രതിഷേധിച്ചവർ, നാട്ടുകാരായ ആളുകൾ, എഫക്റ്റഡ് ആയിട്ടുള്ള കുടുംബങ്ങൾ, ഇവരെല്ലാവരും കോൺഗ്രസ്സുകാരല്ല. അപ്പോൾ ജനങ്ങളോട്, എഫക്റ്റഡ് ആയിട്ടുള്ള ആളുകളോടാണ് സർക്കാർ മറുപടി പറയേണ്ടത്. അവർക്ക് എന്തുകൊണ്ട് വനമന്ത്രിയെ വിശ്വാസം വരുന്നില്ല എന്ന ചോദ്യം അവിടെ ഉണ്ട്. അദ്ദേഹം എല്ലായ്പ്പോഴും ഈ വിഷയത്തിൻ്റെ ഗൗരവം ചോർത്തി സംസാരിക്കുന്നു എന്ന ആക്ഷേപം നമ്മൾ എത്ര കാലമായിട്ട് കേൾക്കുകയാണ്. ഒരു വശത്ത് വലിയ പ്രതിഷേധം, മരണത്തിൻ്റെ വലിയ വിലാപങ്ങൾ കേൾക്കും, അപ്പുറത്ത് അദ്ദേഹം ഫാഷൻ ഷോയിൽ പാട്ട് പാടുന്നു എന്ന ആക്ഷേപം അദ്ദേഹത്തെക്കുറിച്ചുണ്ട്. ഈ ഗവൺമെൻറ് ഈ വിഷയത്തെ സീരിയസ് ആയി എടുക്കുന്നതിൻ്റെ ഒരു സന്ദേശം ജനത്തിന് കൊടുക്കുന്നില്ല എന്ന് മാത്രവുമല്ല, ഈ നിരന്തരമായി പ്രശ്നം ഉണ്ടാകുന്ന സ്ഥലങ്ങളിൽ ആധുനികമായ എന്തെങ്കിലും ഒരു ഇടപെടൽ നടത്തുന്നതിൻ്റെ ഒരു സൂചനയും കാണുന്നില്ല. സോണുകളാക്കി തിരിച്ചിരിക്കുന്നു, എല്ലാവർക്കും അടിയന്തര സഹായം കൊടുക്കുന്നു, ആശ്രിത നിയമനം കൊടുക്കുന്നു. ഇതാണോ ഈ പ്രശ്നത്തിൻ്റെ മൗലിക പരിഹാരം? അല്ല, വനം മന്ത്രി മുൻകൂർ ഏറ്റ ഒരു പരിപാടിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അത്തരമൊരു പരിപാടിയിൽ അദ്ദേഹം പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ അദ്ദേഹത്തോട് ആദ്യം ആവശ്യപ്പെട്ടത് മറ്റെന്തോ ആണ്, പിന്നീട് പറഞ്ഞൊരു പാട്ട് പാടാൻ. ആ 2 ലൈൻ അദ്ദേഹം പാടി, അത് അവിടെ തീർന്നു. അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്കതിനെ ഒരു ആക്ഷേപഹാസ്യമായിട്ട് നമുക്ക് വേണമെങ്കിൽ എടുക്കാം. ഇന്ന് അദ്ദേഹം അവിടെ ഇത്രയും അദ്ദേഹത്തെ തടയും എന്ന ഇന്റലിജൻസ് മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു. അവിടെ ലീഗും കോൺഗ്രസും അവിടെ രംഗം വഷളാക്കാൻ രംഗത്തുണ്ടായിരുന്നു എന്ന കാര്യം എന്തിനു വേണ്ടിയാണ് രംഗത്തുണ്ടാവുന്നത്? നിഷാദെ, ഇവിടെ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു നഷ്ടപരിഹാര തുക നൽകുന്നത്. ആദ്യമായിട്ടാണ് ഒരാൾക്കൊരു നിയമനം അത് താൽക്കാലികമായി തുടങ്ങി സ്ഥിരപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വരും. അപ്പൊ അത്തരം ഒരു നിയമനം മിനിറ്റുകൾക്കുള്ളിൽ തന്നെ വരികയാണ്. കേരളത്തിൽ ആദ്യമായിട്ടാണ് ഒരു നരഭോജി ഒരു കടുവയെ പ്രഖ്യാപിച്ചുകൊണ്ട് ആ കടുവയെ വെടിവെക്കാനുള്ള ഉത്തരവ് സമയബന്ധിതമായിട്ട് ഇറക്കിയത്. 10-12 സോണുകളായി തിരിച്ചുകൊണ്ട് അവിടെ ഉത്തര കേരളത്തിലെ ഏതാണ്ട് ഒട്ടുമുക്കാൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരും അവിടെ തോക്കുകളുമായി തന്നെ രംഗത്തിറങ്ങി ആ കടുവയെ വെടിവെക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഡോക്ടർ അരുൺ സക്കറിയ, നമുക്കറിയാം, നമ്മുടെ കേരളത്തിൽ മുഴുവൻ ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്ന അല്ലെങ്കിൽ ഇത്തരം വന്യമൃഗങ്ങളെ നേരിടുന്ന ഡോക്ടറാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഒരു ടീം തന്നെ അവിടെ നിതാന്ത ജാഗ്രതയോടുകൂടി നിൽക്കുന്നു. നമുക്ക് അതിനെ എല്ലാ കടുവകളെയും അല്ലെങ്കിൽ എല്ലാ ആനകളെയും നമുക്ക് കൊന്നെടുക്കാൻ ഒരിക്കലും കഴിയില്ല. അതൊക്കെ പരിഷ്കൃത സമൂഹത്തിന് ചേർന്ന കാര്യമല്ല എന്ന് നമുക്കറിയാം. അപ്പോൾ അവിടെ എല്ലാ ആധുനിക സംവിധാനങ്ങളും ഇന്ന് വനംവകുപ്പിന് ഇന്ത്യയിൽ ലഭിക്കുന്ന എല്ലാ സംവിധാനങ്ങളും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ ചില ആശങ്കയുണ്ട്. 2015 ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഒരു കടുവ രാജു എബ്രഹാം, ഇപ്പോൾ ഒരു കടുവ വരുന്നു, പ്രശ്നം ഉണ്ടാക്കുന്നു, നമ്മൾ അതിനെ നരഭോജി കടുവായി പ്രഖ്യാപിക്കുന്നു, അതിനെ വേട്ടയാടാൻ ആവശ്യമായ സംവിധാനങ്ങൾ ഏർപ്പാടാക്കിയിരിക്കുന്നു എന്നൊക്കെ പറയുന്നു. നമ്മുടെ പ്രശ്നം അതല്ല. കടുവകൾ നിരന്തരമായി ഇറങ്ങുന്നു, ആനകൾ നിരന്തരമായി ഇറങ്ങുന്നു, പന്നികൾ ഇറങ്ങുന്നു, കാട്ടുപോത്തുകൾ ഇറങ്ങുന്നു. അതിന് ശാശ്വത പരിഹാരം എന്താണ്? സർക്കാർ ഇപ്പോൾ എന്തിലാണ് ആ വിഷയത്തിൽ ഗവൺമെന്റ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്? എന്താണിപ്പോൾ ഇവിടെ ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ കേന്ദ്ര വന നിയമങ്ങളിൽ മാറ്റം ഉണ്ടാവണം. ഈ കേന്ദ്ര വന നിയമം ഉണ്ടാക്കിയത് കോൺഗ്രസ് ഭരിക്കുന്ന കാലഘട്ടത്തിലാണ് ഏറ്റവും ഒടുവിൽ. ആ കേന്ദ്ര വന നിയമത്തിനകത്ത് ഇപ്പൊ ആ കേന്ദ്ര വന നിയമം വെച്ചാണല്ലോ നമ്മുടെ കേരള ഗവൺമെന്റ് കാട്ടുപന്നിയെ ക്ഷുദ്രജീവിയാക്കണം എന്ന് പറയുന്ന ആവശ്യം കേന്ദ്രത്തിന്റെ മുന്നിൽ 3 തവണ വെച്ചിട്ടും കേന്ദ്രം തള്ളിക്കളഞ്ഞു.
ആ കാട്ടുപന്നി ഈ നാട് കേരളം നശിപ്പിക്കുകയാണ്. ഞാൻ ഒറ്റ വാക്കിൽ തന്നെ അവസാനിപ്പിക്കുന്നു. കേരളം നശിപ്പിക്കുകയാണ് ആ കാട്ടുപന്നികൾ. കാട്ടുപന്നിക്ക് വെടിവെച്ച് കൊല്ലണമെന്ന ആവശ്യം കേരള നിയമസഭയിൽ ആദ്യമായി ഉന്നയിച്ച ഒരു ജനപ്രതിനിധിയാണ് ഞാനാണ് അത് ആദ്യം ഉന്നയിച്ചത്. പിന്നീട് പല സന്ദർഭങ്ങളിൽ ഞാൻ ഉന്നയിച്ചു, പല MLA ഉന്നയിച്ചു. കെ രാജു ഇരിക്കുമ്പോൾ നേരത്തെ ഇറക്കിയ ഉത്തരവ് പരിഷ്കരിച്ച് വെടിവെക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് ആ കാര്യങ്ങൾ എത്തിയിട്ടുണ്ടെങ്കിലും ഇന്ന് നമ്മുടെ കേരളത്തിലെ ആവാസ വ്യവസ്ഥയിൽ വന്നിരിക്കുന്ന മാറ്റത്തിന്റെ അടിസ്ഥാനത്തിൽ കാട്ടുപന്നികളുടെ എണ്ണം പെരുകുകയാണ്. അതുകൊണ്ട് തന്നെ കൃഷി പോകുന്നു, റോഡിന് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു, സ്കൂട്ടർ യാത്രക്കാർ മറിഞ്ഞു വീഴുന്നു, മരണമടയുന്നു, ധാരാളം ആളുകൾക്ക് പരിക്കേൽക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. അതിന് കേന്ദ്ര നിയമം മാറ്റണം. കോൺഗ്രസ് ഉണ്ടാക്കിയ കേന്ദ്ര നിയമമാണ്. മനേകാ ഗാന്ധിയെ പോലെയുള്ള കേന്ദ്ര BJP നേതാക്കന്മാർ ഇത്തരം കാര്യങ്ങൾ ദുരുപയോഗിക്കുന്നു. ഇവിടെ പേ പിടിച്ച പേപ്പട്ടി റോഡിൽ നടന്ന് മനുഷ്യനെ മുഴുവൻ കടിച്ചു കീറുമ്പോൾ അതിനെതിരെ എത്ര MLA ഞാനടക്കമുള്ള MLA നിയമസഭയിൽ ഈ വിഷയം ഉന്നയിച്ചിട്ടുണ്ട്. അല്ല, ശ്രീ രാജു എബ്രഹാം, കേന്ദ്ര നിയമത്തെ കുറിച്ച് പറയുമ്പോൾ സംസ്ഥാനത്ത് ഈ വന്യജീവി ശല്യം തടയാൻ എന്ത് ചെയ്യുന്നു? ഇപ്പൊ നേരത്തെ കിഫ എന്ന സംഘടനയുടെ പ്രതിനിധിയായ ശ്രീ അലക്സ് അദ്ദേഹം ആവർത്തിച്ച് എല്ലാ ചർച്ചയിലും ചോദിക്കുന്നു, എന്തുകൊണ്ട് മനുഷ്യന് ത്രട്ടുണ്ടാക്കുന്ന ജീവികളെ വെടിവെച്ച് കൊല്ലാനുള്ള സംസ്ഥാന സർക്കാരിന്റെ കയ്യിലുള്ള അധികാരം എടുത്തു പ്രയോഗിക്കാതെ ഉരുണ്ട് കളിക്കുന്നു? ഇന്നലെയുമുണ്ട് ഈ കടുവയുടെ പ്രശ്നം. ഇന്നലെ നരഭോജി കടുവയ്ക്ക് ഉത്തരവില്ല, ഇന്നിപ്പോൾ മുഖ്യമന്ത്രി കടുപ്പിക്കുന്നു. അപ്പം നരഭോജി കടുവയാക്കുന്നു, വെടിവെച്ച് കൊല്ലാൻ കൂടുതൽ തോക്കുകൾ എടുത്ത ആളുകൾ ഇറങ്ങുന്നു. ഇതെന്തേ? ഈ നിയമം ഇന്നലെ ഉണ്ടായിരുന്ന ഒന്നല്ലേ? ഇതിന് മുൻപ് എത്രയോ കടുവകളും ആനകളും പ്രശ്നം ഉണ്ടാക്കി. അപ്പം നമ്മൾ എന്തുകൊണ്ട് ആവശ്യത്തിന് മനുഷ്യജീവന് വേണ്ടി തോക്കെടുക്കുന്നില്ല? ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ എമർജൻസി ആക്ടുകൾ ഉപയോഗിക്കാം, ദുരന്ത നിവാരണ നിയമങ്ങൾ ഉപയോഗപ്പെടുത്താം, കളക്ടറുടെ സവിശേഷ അധികാരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മനുഷ്യരുടെ ജീവിതത്തിന് സംരക്ഷണം കൊടുക്കാൻ കഴിയുന്ന കുറച്ചുകൂടെ അഗ്രസീവായ ഒരു സ്റ്റെപ്പ് ഗവൺമെന്റ് എടുക്കാം. ഗവൺമെന്റ് ഈ നിയമത്തിൽ ഇങ്ങനെ കുടുങ്ങിക്കിടക്കേണ്ടതുണ്ടോ? നമുക്ക് നമ്മുടെ കയ്യിലുള്ള നിയമം എടുത്ത് ഉപയോഗിക്കാമല്ലോ എന്നാണ്. നിഷാദ്, നമുക്കൊരു തർക്കവുമില്ല. ഇത്തരം കടുവകളാണെങ്കിലും ഇത്തരം പന്നികളാണെങ്കിലും അതിനെ കൊന്നൊടുക്കണം എന്നുള്ള കർശനമായിട്ടുള്ള നടപടിക്ക് ഈ ഗവൺമെന്റിന് യാതൊരു വിരോധവുമില്ല. പക്ഷെ അത് ചെയ്യാൻ സാധിക്കുമോ? അത് ചെയ്താൽ വനമന്ത്രി ജയിലിൽ പോകേണ്ട വരുമോ? അതാണ് വരുമോ എന്ന കൺഫ്യൂഷൻ നിങ്ങൾക്ക് പാടില്ല. ഒരു ഗവൺമെന്റ് ആണ്, ഗവൺമെന്റ് നിയമപരമായ ഒരു വ്യക്തത എല്ലാ കാര്യത്തിലും ഉണ്ടാവണം. ഇവിടെ CRPC പ്രകാരം കൊല്ലാം, അല്ലെങ്കിൽ നേരത്തെ അലക്സ് ചൂണ്ടിക്കാണിച്ചതുപോലെ ദുരന്ത നിവാരണ നിയമപ്രകാരം നമുക്ക് ത്രട്ടുണ്ടാക്കുന്ന സംഗതികളെ വെടിവെച്ച് ഒഴിവാക്കാൻ നമുക്ക് മുന്നിൽ വ്യവസ്ഥയുണ്ട്. ഇനി വ്യവസ്ഥ ഇല്ല എന്നാണെങ്കിൽ അങ്ങനെ വ്യവസ്ഥ ഇല്ല എന്ന് ഗവൺമെന്റിന് പറയാൻ പറ്റണം. നിലവിൽ കേരള ഗവൺമെന്റ് ഇറക്കിയ ഉത്തരവ് കോടതി ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. വെടിവെക്കാൻ അധികാരമുണ്ടെന്ന് ചോദിച്ചിരിക്കുകയാണ് കോടതി. അപ്പം അങ്ങനെയുള്ള ഒരു അപകടകരമായ ഒരു മറുവശം കൂടി പരിഗണിച്ചു വേണം. ഇവിടെ നമ്മൾ മറ്റ് വിദേശ രാജ്യങ്ങളിൽ ശരി, അപ്പൊ നിയമസങ്കീർണത താങ്കൾ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യമാണ്. ഞാനൊന്ന് വരാം. ഗുരുവായൂരപ്പൻ വന്യജീവി ഗവേഷകനോടൊപ്പം ഉണ്ട്. ഗുരുവായൂരപ്പൻ, ഞാൻ അല്പം വൈകിപ്പോയി. ഗുരുവായൂരപ്പൻ, ഈ പ്രശ്നം എന്തായാലും മനുഷ്യരെ ബുദ്ധിമുട്ടിക്കുന്നു, ആളുകളെ കൊല്ലുന്നു. ഇനി ഇത് കണ്ടു നിൽക്കാനോ ഇതിനോട് മയപ്പെടാനോ ഒരു കാൽപ്പനിക പരിസ്ഥിതിവാദത്തെ മുൻനിർത്തിക്കൊണ്ട് ഇതിനോട് ഒരു അയഞ്ഞ സമീപനം എടുക്കാനോ കേരളത്തിന് കഴിയില്ല. നമ്മൾ എന്ത് ചെയ്യും ശ്രീ ഗുരുവായൂരപ്പൻ? അതായത് ഇപ്പോൾ ഭരണ കക്ഷികളും പ്രതിപക്ഷ കക്ഷികളും അലക്സ് ഒഴികയിൽ പോലുള്ള ആളുകളും കൂടെ മീഡിയ പെണ്ണും എല്ലാവരുടെയും ഏക ആവശ്യം എന്ന് പറയുന്നത് ഈ ജീവികളെ എന്നേക്കുമായിട്ട് കൊന്നൊടുക്കി ഈ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പം അതിൽ അലക്ഷ്യമായ അല്ലെങ്കിൽ എന്താണ് ഇത് വെറുതെ കണ്ടുകൊണ്ടിരുന്ന് വെറുതെ പരിസ്ഥിതിവാദം പറഞ്ഞുകൊണ്ടിരുന്നാൽ മതിയോ എന്നുള്ളതാണ് അങ്ങയുടെ ചോദ്യം. അപ്പോൾ എത്ര ലാഘവത്തോടുകൂടെയാണ് നിങ്ങളെല്ലാം ഈ വിഷയത്തെ കാണുന്നത് എന്നുള്ളത് ആലോചിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് പണ്ട് ദേഷ്യം തോന്നുന്നുണ്ടായിരുന്നു. ഇപ്പോൾ തോന്നുമ്പോൾ വളരെ എത്ര അപരിഷ്കൃത സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് തോന്നുന്നു. ഓക്കെ, അതിന് മീഡിയ പെണ്ണ് കൂട്ടു നിൽക്കുന്നു എന്ന് അറിയുമ്പോൾ എനിക്ക് വല്ലാത്ത വിഷമം തോന്നുന്നു. കൊന്നൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചർച്ച ആ തല അലക്സ് ജി സഹോദര ഒന്ന് കുറച്ച് നേരം ഒന്ന് ക്ഷമിക്കട്ടാ. എനിക്ക് ആ കൂടെ കിട്ടിയിരിക്കുന്ന സമയം വളരെ കുറച്ചേ ഉള്ളൂ. അലക്സ് പറഞ്ഞതെല്ലാം ഞാൻ കൃത്യമായിട്ട് കേട്ടതാണ്. ഓക്കെ, അപ്പോൾ ഈ കൊന്നൊടുക്കണം എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ അതെന്തായാലും നടക്കാൻ പോകുന്നില്ല മക്കളെ, കേട്ടോ. അതിനുള്ള മറുവഴികളൊക്കെ ഉണ്ട്. കാരണം നമ്മുടെ ഭരണഘടന എന്ന് പറയുന്ന ആർട്ടിക്കിൾ 21 പ്രകാരം എല്ലാ ജീവികൾക്കും, മനുഷ്യൻ ഉൾപ്പെടെ എല്ലാ ജീവികൾക്കും ഇവിടെ ജീവിക്കാനുള്ള അവകാശമുണ്ട്. ആ അവകാശം അവിടെ നിലനിൽക്കുമ്പോൾ തന്നെയാണ് മനുഷ്യനും ഇതെല്ലാം കൂടെ സഹകരിച്ച് ജീവിച്ച് പോകണം എന്നുള്ള ആശയമായിട്ട് നമ്മളൊക്കെ മുന്നോട്ട് നിൽക്കുന്നത്. ഈ ജീവികളെ കൊന്നൊടുക്കിയത് കൊണ്ട് പരിഹാരമാവുകയാണെങ്കിൽ നമുക്ക് ഒരു കാര്യം ചെയ്യാം. അപ്പോൾ ആ കൂടെ 100-190 കടുവകളല്ലേ ഉള്ളൂ. ഇതിനെല്ലാം കൂടെ നമ്മൾ പിടിച്ചൊരു മൃഗശാലയിലാക്കാം, കൊന്നൊടുക്കാതെ. അതിന് സമ്മതമാണോ? അതുപോലെ എത്ര ആനകളുണ്ട്? ഇപ്പോൾ 2000 ശേഷം ആനകളുണ്ട്. 2018 5000 ആനകളുണ്ടായിരുന്നു. ഈ 2700 ആനകളെയും കൂടെ പിടിച്ച് അവർക്ക് നമുക്ക് വേറെ മൃഗശാല ഉണ്ടാക്കി വെക്കാം. അതുപോലെ പന്നി എത്രയുണ്ട്? ഇത് എത്ര 6000-7000 ഉണ്ട്. നമുക്ക് എടുത്ത് വെക്കാമെന്നേ. അങ്ങനെ എല്ലാ ജീവികളും നമുക്ക് മൃഗശാലയിൽ വെച്ച് സംരക്ഷിക്കാമല്ലോ.
സാങ്ച്വറി മാനേജ്മെന്റ് നമുക്ക് പ്രത്യേകം ബന്നർഘട്ട നാഷണൽ പാർക്കിലൊക്കെ ഉള്ള പോലെ ഒരു കൂടിനകത്ത് ഓരോ ജീവികളെല്ലാം ഇട്ട് അങ്ങനെ നമുക്ക് സംരക്ഷിക്കാമല്ലോ മക്കളെ, ഇല്ലേ? അങ്ങനെ ഒന്ന് ആയാലോ? അതും കൂടെ ആലോചിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എല്ലാവർക്കും ഒരു ശാശ്വത പരിഹാരത്തിന്റെ ലൈനിൽ എത്തുമല്ലോ. അപ്പോൾ ആ ലൈനിൽ നമ്മൾ ചിന്തിക്കുക എന്ന് പറയുമ്പോൾ എങ്ങനെ അത് അങ്ങനെ ചിന്തിക്കാൻ തോന്നുന്നു എന്നുള്ളതാണ്. എനിക്ക് അതിന് മുമ്പേ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്. ഇപ്പോൾ വനം വകുപ്പ് തന്നെ ചെയ്യുന്നൊരു കാര്യം, സർക്കാർ തന്നെ. എനിക്ക് മന്ത്രി ശശീന്ദ്രൻ പറഞ്ഞത് കേട്ടിട്ട് ഇദ്ദേഹം എന്തിനാ വനം മന്ത്രിയായിട്ട് ഇരിക്കുന്നത് എന്നുള്ളത് പല പ്രാവശ്യം തോന്നിയിട്ടുണ്ട്. അതേപോലെ ഞാൻ നേരിട്ട് പല പ്രാവശ്യം ഈ പ്രശ്നം പരിഹരിക്കാനുള്ള നിർദ്ദേശങ്ങളൊക്കെ സമർപ്പിച്ചതാണ്, നേരിട്ട് കണ്ട് സംസാരിച്ചാണ്. അപ്പോൾ ഇദ്ദേഹം ഇതിൽ പറയുന്നത് ഈ കടുവയെ കൊല്ലാതെ മറ്റൊരു മാർഗം ഞങ്ങളുടെ ആലോചനയിലില്ല, അത് കൊല്ലുക എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ എന്തിനാ വനം മന്ത്രി എന്ന് പറഞ്ഞുകൊണ്ട് നടക്കണേ? ചീഫ് വൈൽഡ് വാർഡനെ സംബന്ധിച്ച് ഇതിപ്പോൾ ഇന്നലെ മിനിഞ്ഞാന്ന് രാധ മരണപ്പെട്ടു, ഇന്ന് ജയസൂര്യയ്ക്ക് അപകടപ്പെട്ടു, BFOയ്ക്ക് അപകടപ്പെട്ടു. അപ്പോൾ എന്താണ് നരഭോജിയായിട്ട് പ്രഖ്യാപിച്ചു. അതെങ്ങനെയാ സാറേ ഈ നരഭോജിയായിട്ട് രണ്ടുപേരെ ആകുമ്പോഴത്തേക്കും പ്രഖ്യാപിക്കാൻ സാധിക്കുക? അങ്ങനെ പ്രഖ്യാപിച്ചാൽ തന്നെ കാട്ടിൽ തന്നെ ഇതിനെയൊക്കെ ഈ കടുവയെ അങ്ങനെ പാരാമ്പുലേഷൻ ചെയ്യാനുള്ള വകുപ്പ് എവിടെയെങ്കിലും ഉണ്ടോ സാറേ? കാട്ടിൽ തന്നെ കയറിയിട്ട് കാട്ടിലുള്ള ജീവികളെ കാട്ടിൽ തന്നെ കയറി പിടിച്ച് കടുവ ഉൾപ്പെടെ ജീവികളെ കൊല്ലാനുള്ള വകുപ്പ് എവിടെയാണ് മാഷ ഉള്ളത്? അതൊന്ന്. രണ്ടാമത്തത്, അലക്സ് പറഞ്ഞ പോലെ നമുക്ക് ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ ആ നിയമത്തിന്റെ പരിധിയിൽ വെച്ചുകൊണ്ട് കളക്ടർക്ക് ഉത്തരവിടാം. അതെവിടെയാ സാർ അങ്ങനെ ഉള്ളത്? അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ നടപ്പിലാക്കാൻ പറ്റുമോ? ഇതിന് MOF പെർമിഷൻ ഉണ്ടോ? അതും കൂടെ ഒന്ന് പറയാം. അതിനകത്തുള്ള സർവ്വ കാര്യങ്ങൾക്കും തീരുമാനമെടുക്കാനുള്ള അവസാനത്തെ അതോറിറ്റി എന്ന് പറയുന്നത് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ തന്നെയാണ്. MOF നിയമത്തിന്റെ കാര്യം നിയമം ഇങ്ങോട്ട് പറയുമ്പോൾ അങ്ങോട്ട് അലക്സേ നിയമം ഇങ്ങോട്ട് പറയുമ്പോൾ അങ്ങോട്ട് നിയമങ്ങളുണ്ട് മക്കളെ. അതും കൂടെ ഒന്ന് ആലോചിക്കണം. സംഗതി ഇല്ലല്ലോ, നമ്മളൊക്കെ സഹകരിച്ച് ജീവിക്കേണ്ട ആളുകൾ. പൊസിഷൻ ഏതാണെന്ന് എനിക്കറിയാം, താങ്കൾ നിലകൊള്ളുന്ന ആശയം എനിക്കറിയാവുന്നതാണ്, ഞാൻ അതിനോട് കലഹിക്കാനല്ല. പക്ഷെ മനുഷ്യരുടെ ജീവിതം പ്രധാനമാണെന്നിരിക്കെ നമുക്കതിനകത്ത് ഒരു ക്രിയേറ്റീവായ പരിഹാര മാർഗം അത് പറയൂ താങ്കൾ, അതല്ലേ വേണ്ടത്? തീർച്ചയായിട്ടും ഞാൻ വർക്ക് ചെയ്ത മേഖലയും അത് തന്നെയാണ്. ഇന്നത്തെ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ശ്രീ പ്രമോജി കൃഷ്ണൻ അദ്ദേഹം വർക്ക് ചെയ്തതും പെരിയാർ കടുവാ സങ്കേതത്തിൽ തന്നെയാണ്. അവിടെ ഇത്രയും സംഘർഷങ്ങളില്ല എന്നുള്ള കാര്യം വീണ്ടും എല്ലാ ചർച്ചയിലും ഞാൻ ആവർത്തിക്കുന്നുണ്ട്. എന്തുകൊണ്ട് അദ്ദേഹത്തിന് തന്നെ നേരിട്ട് ഈ കേരളം മുഴുവൻ അത്തരത്തിലുള്ള ഒരു സാഹചര്യം ഒരുക്കി കൂടാന്നുള്ളത്? അതിന് അലക്സ് ഒഴികെയുള്ള ആളുകളെല്ലാം സഹകരിക്കുമോ എന്നുള്ളത് രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്. അവരെ സംബന്ധിച്ച് പിടിക്കുക, കൊല്ലുക, തിന്നുക ഈ വക പരിപാടികൾക്കാണ് അവർക്ക് താല്പര്യം. അവരുടെ എല്ലാ ഗ്രൂപ്പുകളും നോക്കി അറിയാം. എനിക്ക് പറയാനുള്ളത് വയനാടിനെ മാത്രം ഫോക്കസ് ചെയ്ത് പറയുകയാണെങ്കിൽ നമുക്ക് ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മൾ നോക്കണേ, എന്തുകൊണ്ട് ഈ ഇഷ്യൂ ഇങ്ങനെ ഇത്ര സീരിയസ് ആയി എന്നുള്ള കാര്യം. 1900 നമ്മുടെ സ്വാതന്ത്ര്യം കിട്ടിയത് 1950 കാലഘട്ടങ്ങളിൽ വയനാട്ടിലെ ജനസംഖ്യ എന്ന് പറയുന്നത് കേവലം ഏകദേശം ഒരു 3 ലക്ഷത്തിനടുത്താണ്. 1991 കണക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 6,72,000 ജനസംഖ്യ. 2025 നോക്കുമ്പോൾ ഏകദേശം 8,60,000 ജനസംഖ്യയായിട്ട് കൂടി. ഡെൻസിറ്റി നോക്കിക്കഴിഞ്ഞാൽ ഡെൻസിറ്റി 360 എന്നുള്ളത് 384 വർദ്ധിച്ചിട്ടുണ്ട്. 2025 ആകുമ്പോഴത്തേക്ക് 400ഓളം പോപ്പുലേഷൻ ഡെൻസിറ്റിയും കൂടിയുണ്ട്. അപ്പോൾ ഇത്രയും ജനസംഖ്യ കൂടുകയും അതേസമയം കാടിന്റെ വിസ്തൃതി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നേരത്തെ ഉള്ളത് 85%. 1950 സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കിക്കഴിഞ്ഞാൽ 85% കാടുകൾ വയനാട്ടിലുണ്ടായിരുന്നു. ഇപ്പോൾ അത് നോക്കിയാൽ 2024 നോക്കുമ്പോൾ 53% കുറഞ്ഞിരിക്കുന്നു. അതായത് 15% മാത്രം ജനവാസം ഉണ്ടായിരുന്ന സ്ഥലം ഇന്ന് 47% ജനവാസം അവിടെ കൂടിയിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ നോക്കി എന്തുമാത്രം ജനസംഖ്യയുടെ ആധിക്യം അവിടെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ വയനാടിനെ സംബന്ധിച്ച് ഒരു സെറ്റിൽമെന്റ്സ് ആണല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ ജനങ്ങളും വനവും എല്ലാം ഒരുമിച്ച് കലർന്ന് ജീവിക്കുന്ന ഒരു അവസ്ഥയായിപ്പോയി. ഏരിയ കുറയുകയും ചെയ്തു. ഈ നോക്കൂ ഇപ്പോൾ ലാസ്റ്റ് എന്തുകൊണ്ട് മനുഷ്യനെ ആക്രമിച്ചു എന്നുള്ള ഇതിലേക്ക് നമ്മൾ ആരും ഫോക്കസ് ചെയ്യുന്നില്ല. മനുഷ്യനെ ആക്രമിച്ചു എന്ന് പറയുന്ന സമയത്ത് ഇത് കർണാടകത്തിലെ കടുവയാണോ കേരളത്തിലെ കടുവയാണോ എന്നുള്ളതല്ല വിഷയം, കടുവ എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അവരുടെ ഭക്ഷണം കിട്ടാത്ത അത്രയും ഒരു സാഹചര്യം ഒരുക്കിയത് ആര്? അപ്പോൾ നമുക്ക് പ്രശ്നം പരിഹരിക്കേണ്ട അവിടെയല്ലേ? നമ്മളെപ്പോലുള്ള ഞാൻ ഉൾപ്പെടെയുള്ള നിങ്ങൾ ഉൾപ്പെടെയുള്ള ഈ സമൂഹത്തിൽ കാട് കയ്യേറി എന്ന് പറയപ്പെട്ടവർ അല്ലെങ്കിൽ കുടിയേറ്റക്കാരായിട്ടുള്ള എല്ലാവരും മനുഷ്യർ തന്നെ അവരുടെ നിലനിൽപ്പിന് വേണ്ടി പല പ്രവർത്തികൾ ചെയ്യുന്നു. അതിന്റെ കൂടെ നമ്മളെ നിലനിൽപ്പ് മാത്രം നോക്കിയത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ വന്നത്. നമ്മുടെ ജനസംഖ്യ കൂടാതെ നിൽക്കില്ല. ഇന്ത്യയുടെ ആകെ തന്നെ ജനസംഖ്യ കൂടുതലാണ്. നമുക്ക് എല്ലാവർക്കും ജീവിക്കണം, നമ്മുടെ മക്കൾക്കും പിന്നീട് വരുന്ന പുത്രപൗത്രർക്ക് എല്ലാവർക്കും ജീവിക്കണ്ടേ? എന്ന് മാത്രമല്ല ഇപ്പൊ നോക്കൂ, ഇരപിടിക്കാൻ ശേഷിയില്ലാത്ത അവശനായ ഒരു കടുവ ഇറങ്ങി വന്ന് ആടുകളെ പിടിച്ചുകൊണ്ട് പോകുന്നു. അതിനിപ്പോ അതിന്റെ ഉത്തരവാദി ആരാണ്? ഉത്തരവാദി നമ്മൾ തന്നെയാണ്. കാട്ടിലെ നമ്മൾ വൺ സൈഡ് ചെറുതായിട്ടൊന്ന് ടിൽറ്റ് ചെയ്ത് നോക്കിയാൽ മതി.
അതായത് വർഷം മുഴുവനും കാട്ടിലെ വെള്ളം മുഴുവൻ മനുഷ്യൻ തന്നെ എടുക്കുന്നു, കന്നുകാലി മുഴുവൻ കാട്ടിൽ വിട്ട് മേയ്ക്കുന്നു, കാടുകൾ മുഴുവൻ വാഹന ഗതാഗതം, പകല് മാത്രമല്ല രാത്രി ഗതാഗതം, അത് മാത്രമല്ല നമുക്ക് എന്താണ് നൈറ്റ് സഫാരി ഉൾപ്പെടെയുള്ള അനധികൃതമായിട്ടുള്ള ഇത്രയും കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഗുരുവായൂരപ്പൻ താങ്കൾ ഫെൻസിംഗ് ഏർപ്പാടാക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ നിയമം മാറ്റി നമ്മൾ വേണ്ടി വന്നാൽ കള്ളിലേക്ക് പോകുന്നതുകൊണ്ടോ പരിഹരിക്കാൻ കഴിയുന്ന പ്രശ്നമല്ല കാടിന്റെ പ്രശ്നം. അത് മനുഷ്യൻ കാടിനോട് കൂടി സമരസപ്പെടുക എന്നുള്ളത് വേറെ ഒരു വഴിയില്ല. നടക്കും, ജനം വിചാരിച്ചാൽ നടക്കും. അല്ല, നിയമപ്രകാരം വഴിയുണ്ട്. അതാണ് നമ്മൾ പെരിയാർ കടുവാ സങ്കേതം പോലെയുള്ള മറ്റ് സ്ഥലങ്ങളിലൊക്കെ വളരെ സക്സസ്ഫുൾ ആയിട്ട് നടത്തിയ സംഭവങ്ങൾ. ജനങ്ങളും വനവും സഹകരിച്ച് ജീവിക്കുന്ന അനുകൂലമായ സാഹചര്യത്തിന്റെ മോഡൽ നമുക്കുണ്ടല്ലോ. വേൾഡ്, അതായത് UN വരെ അവാർഡ് വാങ്ങിച്ചിരിക്കുന്ന പ്രോഗ്രാമുകൾ നമ്മുടെ കയ്യിലുള്ളപ്പോൾ എന്തുകൊണ്ട് നമ്മൾ ആ കാര്യം ആലോചിക്കാതെ അത് പ്രൊമോട്ട് ചെയ്യാതെ വീണ്ടും ഈ ജീവികളെ കൊല്ലണം കുറച്ചുകൂടി കാർക്കസ്യവും അഗ്രസീവായ സമീപനം എടുക്കുന്നതിൽ കാര്യമില്ല എന്നാണ്. അലക്സ്, നോക്കൂ, ഈ ചർച്ചയിൽ നിന്ന് പൊതുവായി മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. അതായത് കേന്ദ്രത്തിൽ നിയമമാറ്റം ഉടൻ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യമല്ല. കേരളത്തിന് വേണ്ടി വലിയ തോതിലുള്ള ഫണ്ട് അനുവദിക്കലും കേന്ദ്രത്തിന്റെ പരിഗണനയിലുള്ള ഒരു സംഗതിയല്ല. സർക്കാരിനെ സംബന്ധിച്ചും വലിയ തോതിലുള്ള ഫെൻസിങ്ങുകൾ കൊണ്ടുവരിക, വൻ പദ്ധതികൾ കൊണ്ടുവന്ന് ഇതിനെ ഈ പ്രശ്നത്തെ മറികടക്കുക എന്നുള്ള സർക്കാരിന്റെ കയ്യിൽ നിലവിൽ അങ്ങനെ ഒരു പ്ലാനുമില്ല. അതിന് സർക്കാരിന്റെ കയ്യിൽ പൈസയും ഇല്ല എന്നാണ് യാഥാർത്ഥ്യം. എന്ന് വെച്ചാൽ നിലവിൽ നമ്മൾ ഒരു പരിഹാരവും ഇല്ലാതെ നടുക്കടലിൽ നിൽക്കുകയാണോ? നിഷാദ്, എനിക്ക് അതിന് മുമ്പ് എനിക്ക് രണ്ടു പേർക്ക് മറുപടി കൊടുത്തോട്ടെ. ഗുരുവായൂരപ്പൻ പറഞ്ഞു 1-2 കാര്യങ്ങൾ, അതുപോലെ രാജു പി നായർ പറഞ്ഞു 1-2 കാര്യങ്ങൾ മറുപടി പറഞ്ഞോട്ടെ. നമ്മുടെ ബഹുമാനപ്പെട്ട ഗുരുവായൂരപ്പൻ പറഞ്ഞ ഒരു കാര്യം, ആർട്ടിക്കിൾ 21 പ്രകാരം മൃഗങ്ങൾക്ക് ജീവിക്കാനുള്ള അവകാശമുണ്ടെന്ന്. ദൗർഭാഗ്യവശാൽ അതങ്ങനെ അല്ല, അദ്ദേഹത്തിന് ഒരു തെറ്റിദ്ധാരണ വന്നതായിരിക്കും. ആർട്ടിക്കിൾ 21 എന്നുള്ളത് മനുഷ്യനെ പറ്റി പറയുന്ന കാര്യമാണ്. മിസ്റ്റർ ഗുരുവായൂരപ്പൻ ഒന്ന് വായിച്ചു നോക്കണം. ഓക്കെ, റൈറ്റ് ടു ലൈഫ് ആൻഡ് പ്രോപ്പർട്ടി, ഓക്കെ, അത് ഇൻക്ലൂഡിംഗ് ലൈവ്ലിഹുഡ് എന്നുള്ളതാണ് പറയുന്നത്. അത് മനുഷ്യനെ പറ്റി പറയുന്ന കാര്യങ്ങളാണ്, മൃഗങ്ങളെ പറ്റി അല്ല. മൃഗങ്ങളെ പറ്റി പറയുന്നത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് സ്റ്റേറ്റ് പോളിസിയിൽ 48A ഉണ്ട്, അതുപോലെ 51AG ഉണ്ട്. അത് ഗുരുവായൂരപ്പൻ സമയം കിട്ടുമ്പോൾ വായിച്ചു നോക്കുക. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, ഈ മാനേജ്മെന്റ്, നമുക്ക് വേണ്ടത് ശാസ്ത്രീയമായിട്ടുള്ള മാനേജ്മെന്റ് തന്നെയാണ്, ഒരു സംശയവും വേണ്ട. എണ്ണം കൂടി എന്നുള്ളതാ പ്രശ്നം. ഇപ്പൊ പെരിയാർ ടൈഗർ റിസർവിന്റെ കാര്യം ഗുരുവായൂരപ്പൻ പറഞ്ഞു, എനിക്ക് സന്തോഷമുണ്ട്. കാരണം പെരിയാർ ടൈഗർ റിസർവ് കേരളത്തിലെ ഏറ്റവും വലിയ ടൈഗർ റിസർവാണ്. 925 സ്ക്വയർ കിലോമീറ്റർ ആണ് പെരിയാർ ടൈഗർ റിസർവിന്റെ വിസ്തീർണം. അവിടെ 40 കടുവയുള്ളൂ, 40 താഴെ. വയനാട്ടിൽ 344 സ്ക്വയർ കിലോമീറ്റർ വയനാട് വൈൽഡ് ലൈഫ് സാഞ്ചുറി. അവിടെ ക്യാമറ ട്രാപ്പ് വഴി അവർ കവർ ചെയ്ത ഏരിയ 400 സ്ക്വയർ കിലോമീറ്ററാണ്. അതിനകത്താണ് 80 കടുവ. പെരിയാർ ടൈഗർ റിസർവിൽ 925 സ്ക്വയർ കിലോമീറ്റർ 40 കടുവ. വയനാട്ടിൽ 344 400 സ്ക്വയർ കിലോമീറ്റർ 80 കടുവ. അതാണ് പ്രശ്നം. അവിടെയാണ് സയന്റിഫിക് മാനേജ്മെന്റ് എന്ന കോൺസെപ്റ്റ് വരുന്നത്. എണ്ണം കൂടുതലാണ് എന്ന് മാത്രമല്ല, വയനാട്ടിലെ പ്രശ്നം എന്ന് വെച്ചാൽ ബന്ദിപ്പൂരിൽ നിന്നും നാഗർകോളിൽ നിന്നൊക്കെ അങ്ങോട്ട് ഇങ്ങോട്ട് ക്രോസ് ചെയ്ത കടുവകൾ വരും. പെരിയാർ ടൈഗർ റിസർവിൽ ആ പ്രശ്നമില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പറയുന്ന ഒരു കാര്യം, വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് സെക്ഷൻ 12BB പ്രകാരം ട്രാൻസ്ലൊക്കേഷൻ അലൗഡ് ആണ്. 2022 ഈ നിയമം ഭേദഗതി ചെയ്തപ്പോൾ പുതിയ ക്ലോസ് വന്നതാണ്. NTCയുടെ ഗൈഡ് ലൈൻസ് കൃത്യമായിട്ടുണ്ട്. ദൗർഭാഗ്യവശാൽ കേരളത്തിലെ സർക്കാരോ വനംവകുപ്പോ NTCക്ക് എഴുതിയിട്ടില്ല വയനാട് മേഖലയിൽ കടുവകളുടെ എണ്ണം കൂടുതലാണ്, ഇവിടുന്ന് കടുവകൾ നിങ്ങൾ മാറ്റണം എന്ന് പറഞ്ഞ ഒരു കത്തോ ഒരു SMS വാട്സപ്പോ പോലും കേരള സർക്കാർ കേന്ദ്രത്തിന് അയച്ചിട്ടില്ല. ഇവിടുന്ന് പ്രപ്പോസൽ പോകാതെ എങ്ങനെയാ അവർ ഇതിനെപ്പറ്റി ആക്ഷൻ എടുക്കുക? അപ്പൊ അതിനുള്ള പ്രൊവിഷൻ ഉണ്ട്, അത് ചെയ്യണം. അടിയന്തരമായിട്ട് വയനാട് ലാൻഡ്സ്കേപ്പിൽ നിന്ന് മിനിമം 40 കടുവകളെങ്കിലും മാറ്റണം. അതൊന്നുകിൽ കേരളത്തിന് വെളിയിലെ മറ്റ് ഡെൻസിറ്റി കുറഞ്ഞ സ്ഥലത്തേക്ക് മാറ്റാം. അതല്ലെങ്കിൽ പിന്നുള്ള സൊല്യൂഷൻ വെണ്ണാറക്കട്ട മോഡൽ സഫാരി പാർക്ക് തന്നെയാണ്. ഒരു സംശയവും വേണ്ട. കോഴിക്കോട് ജില്ലയിൽ ഒരു പാർക്കിന്റെ പ്രപ്പോസൽ വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞ ഒരു പാർക്ക് പോരാ, വയനാട്ടിൽ ചെയ്യാം, നമ്മുടെ കണ്ണൂർ ഒരു പാർക്ക് വരുന്നുണ്ട്, ആ രീതിയിൽ ചെയ്യാം. അതാണ് ലോകം മുഴുവൻ ചെയ്യുന്നത്. ഈ കോഴിക്കോട് ജില്ലയിലെ പാർക്കുമായി ബന്ധപ്പെട്ട് തുടക്കത്തിൽ ഞങ്ങൾക്ക് ചില സന്ദേശങ്ങൾ ഉണ്ടായിരുന്നു. കാരണം അത് വയനാട് വൈൽഡ് ലൈഫ് സാഞ്ചുറിയും അതുപോലെ മലബാർ വൈൽഡ് ലൈഫ് സാഞ്ചുറിയും ടൈഗർ റിസർവ് ആക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണെന്ന് ചില സംശയങ്ങൾ ഉണ്ടായിരുന്നു. നിലവിൽ വരുന്ന വിവരപ്രകാരം അങ്ങനെയല്ല എന്നാണ്. വെണ്ണാറക്കട്ട മോഡൽ സഫാരി പാർക്കിനെ ഞങ്ങൾ 100% സ്വാഗതം ചെയ്യുകയാണ്. അത് അതിന്റെ നാച്ചുറൽ ഹാബിറ്റാറ്റിൽ കടുവകളെ വളർത്തുന്നു, ടൂറിസം വരുമാനം കൊണ്ടുവരുന്നു. ആ പണം നമുക്ക് കടുവകളുടെ അടക്കമുള്ള വനത്തിന്റെ ക്വാളിറ്റി കൂട്ടാൻ ഉപയോഗിക്കാം. അങ്ങനെയാണ് ലോകം മുഴുവൻ മാനേജ് ചെയ്യുന്നത്. അതാണ് സയന്റിഫിക് മാനേജ്മെന്റ്. അതിനോട് എന്തിനാണ് ഈ ഗുരുവായൂരപ്പനെ പോലുള്ള ആളുകൾ, ഗവേഷകർ എന്ന് പറഞ്ഞിരുന്ന ആളുകൾ മുഖം തിരിച്ചു നിൽക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. അതല്ലാതെ മറ്റെന്താണ് മാർഗം? 80 കടുവകൾ കൂടുതൽ, ഇനി എത്ര കടുവകൾ നിങ്ങൾക്ക് വേണം? എത്ര കടുവകൾ പറ്റും വയനാട്ടില്? ഇത് തന്നെ കൂടുതലാണ്. ഇന്ത്യയിൽ മൊത്തം 3600 കടുവകളുണ്ട്. കേരളത്തിൽ 213 ലേറ്റസ്റ്റ് കണക്ക്. ഗുരുവായൂരപ്പൻ പറഞ്ഞത് 190, അത് പഴയ കണക്കാ. 2023 213 കടുവകളുണ്ട്. അപ്പൊ ഞങ്ങൾ വീണ്ടും പറയുന്നൊരു കാര്യം, ഒരു കാര്യം ഞാൻ ആവർത്തിച്ച് പറയട്ടെ, വനത്തിലുള്ള മുഴുവൻ കടുവകളെ കൊല്ലണമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഒരു മൃഗത്തെ വനത്തിനുള്ളിലുള്ളതിനെ മുഴുവൻ കൊല്ലണമെന്ന വാദം കിഫയ്ക്കില്ല. ഞങ്ങൾ പറയുന്നത് വനത്തിന്റെ വാഹക ശേഷി, അതാണ് സയന്റിഫിക് മാനേജ്മെന്റ് അടിസ്ഥാനം. കാരിയിങ് കപ്പാസിറ്റി നിലനിർത്തുക എന്ന് പറയുന്ന ഉത്തരവാദിത്വം നമ്മൾ നിറവേറ്റണം. അതിനെല്ലാത്തിനെയും കൊന്നൊടുക്കുക എന്ന അഭിപ്രായമായിട്ട് കണക്ട് ചെയ്യേണ്ടതില്ല എന്നാണ്. ശ്രീ രാജു പി നായർ, ഈ നിങ്ങളിപ്പോൾ ഈ പ്രശ്നത്തെ എടുത്തിരിക്കുന്നു. ഇപ്പോൾ വലിയൊരു ജീവൽ പ്രശ്നമാണിത്. ഇതിനകത്ത് ഗവൺമെന്റ് എന്ത് ചെയ്യണമെന്ന മാർഗനിർദ്ദേശമാണ് നിങ്ങൾ മുന്നോട്ട് വെക്കുന്ന? ഒരു മേശയ്ക്ക് ചുറ്റും അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്നാൽ
പ്രതിപക്ഷം ആ കാര്യത്തിൽ മുന്നോട്ട് വെക്കുന്ന ഐഡിയാസ് എന്തൊക്കെയാണ്? ഇപ്പോൾ പല കാര്യങ്ങളുണ്ടല്ലോ അതിനകത്ത്. ഇപ്പോൾ എണ്ണം മാനേജ് ചെയ്യുക എന്ന് പറയുന്നത് തന്നെ, കൊന്നുതള്ളുക എന്നുള്ള വാക്ക് വേണ്ട, എണ്ണം മാനേജ് ചെയ്യുക എന്ന് പറയുന്ന സംഗതിയുണ്ട്. പാരസ്പര്യം ഉറപ്പാക്കുക, അല്ലെങ്കിൽ ഈ പറയുന്ന ട്രാൻസ്ലൊക്കേഷൻ, ഇത്രയും കടുവകളെ ഇവിടെ നിന്ന് മാറ്റുക, അല്ലെങ്കിൽ ഈ പറയുന്ന സഫാരി പാർക്കുകൾ ഉണ്ടാക്കുക. ഇതിനകത്ത് പ്രതിപക്ഷം ഒരു കൃത്യമായിട്ടുള്ള ഒരു പ്ലാൻ മുന്നോട്ട് വെക്കുന്നുണ്ടോ? അല്ല നിഷാദ്, ഈ സർക്കാരിനെ സംബന്ധിച്ച് യാതൊരു ബോധ്യവും ഇല്ലാത്തൊരു ചോദ്യം എന്നോട് ചോദിക്കരുത്. പ്രതിപക്ഷം ഏതെങ്കിലും നിർദ്ദേശം മുന്നോട്ട് വെച്ചാൽ അത് അംഗീകരിക്കുന്ന ഒരു സർക്കാരാണെന്ന് കഴിഞ്ഞ 10 വർഷം കൊണ്ട് തോന്നിയിട്ടുണ്ടോ? എനിക്ക് തോന്നിയിട്ടില്ല, ഇന്ന് വരെ തോന്നിയിട്ടില്ല. പോട്ടെ, ചെറിയൊരു ക്ലാരിഫിക്കേഷൻ ആവശ്യം സർക്കാർ നാളെ അംഗീകരിച്ചു മാത്രമല്ല, പക്ഷെ നിങ്ങൾ ഇതിനകത്ത് വിഷണറി ആണ് എന്ന് നിങ്ങളെ കാണുന്ന ജനങ്ങൾക്ക് ആ നിർദ്ദേശങ്ങൾ ജനങ്ങളുടെ മുന്നിലേക്ക് വെക്കുകയും അതിനു വേണ്ടിയിട്ടുള്ള പൊതുജന പിന്തുണയും ആർജിക്കുകയാണ് മലയോര യാത്രയുടെ ലക്ഷ്യം. ഇന്ന് ഇപ്പോൾ കീഫയുടെ ആള് പറഞ്ഞതിനോട് ഞാൻ രണ്ടാമത്തെ ഘട്ടത്തിൽ പറഞ്ഞതിനോട് ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കുന്നു. ഇന്ന് രാവിലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു അതാണ് 800 ചില്ലാനം കടുവ ഈ രാജ്യത്തെ ഏറ്റവും വലിയ ഡെൻസ് പോപ്പുലേഷനായിട്ട് ഇന്ന് ഈ പറയുന്ന നാഗർഹോൾ സെൻസർ സത്യമംഗലം ഉൾപ്പെടെ വയനാട് ഉൾപ്പെടെ വരുന്ന സെക്ഷനിലുണ്ട്. അവരെ അവിടെ നിന്ന് റീലൊക്കേറ്റ് ചെയ്യണം. ആ റീലൊക്കേഷൻ എന്തുകൊണ്ട് ഈ കേരള സർക്കാർ റീലൊക്കേഷന് വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടെ ശ്രീ ആന്റണി രാജു സംസാരിച്ചോ പറഞ്ഞു ഇത് വനം മന്ത്രിയാണോ ചെയ്തത്? വനം മന്ത്രിയെ തടയുന്നത് കാര്യം ഇത് ഞാൻ ചോദിക്കട്ടെ. കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് പോൾ എന്ന് പറഞ്ഞൊരു ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ അവിടെ കൊല്ലപ്പെട്ടു. ആരാ ചവിട്ടിക്കൊന്നപ്പോ ഇല്ലേ? അന്ന് വലിയ പ്രതിഷേധം അവിടെ നടന്നു പുൽപ്പള്ളിയിൽ. ആ പ്രതിഷേധത്തിന്റെ മുന്നിൽ പ്രതിപക്ഷ MLA-മാരായ ടി സിദ്ദിഖും അതുപോലെ തന്നെ IC ബാലകൃഷ്ണനുമായിരുന്നു ആ ജനങ്ങളുടെ പ്രതിഷേധത്തിന് മുൻപിൽ നിന്നത്. അന്ന് കോഴിക്കോട് ഈ ജില്ലയുടെ ചാർജുള്ള വനം മന്ത്രി ഉണ്ടായിരുന്നു. അങ്ങോട്ടേക്ക് മേളിലേക്ക് ചുരം കയറി ആ മനുഷ്യരെ അഭിമുഖീകരിക്കാൻ തയ്യാറായോ? കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായ മരണങ്ങൾ നടന്നപ്പോഴെല്ലാം ഫെൻസിങ് ഉൾപ്പെടെ എത്രയോ വാഗ്ദാനങ്ങൾ ആ നാട്ടുകാർ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു. അതെല്ലാം ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞതല്ലേ ഈ മന്ത്രി? ഏതെങ്കിലും ഒന്ന് ചെയ്തിട്ടുണ്ടോ? 2023 ബീനാച്ചി എസ്റ്റേറ്റിൽ 2022 ബീനാച്ചി എസ്റ്റേറ്റിൽ അവിടെ നിന്ന് ഒരു കടുവ ഇറങ്ങി ഒരു മനുഷ്യനെ കൊന്നപ്പോൾ ബീനാച്ചി എസ്റ്റേറ്റിന് ഫെൻസിങ് നടത്തണം എന്ന് രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് കത്ത് കൊടുത്തു. ചെയ്തിട്ടുണ്ടോ? അവിടുത്തെ ജനങ്ങളുടെ ആവശ്യമായിരുന്നു. ആ ജനങ്ങളുടെ ആവശ്യം മുന്നോട്ട് വെച്ച് കത്ത് കൊടുത്തു. ചെയ്തിട്ടുണ്ടോ? ഈ നാട്ടിൽ ഈ വന്യമൃഗങ്ങൾ പുറത്തേക്ക് ഇറങ്ങാതിരിക്കാൻ വേണ്ടി പുതുതായിട്ടുള്ള ടെക്നോളജി ഉപയോഗിച്ച് എന്തെങ്കിലും നടപടിയെടുത്തോ? ചെയ്തിട്ടില്ലല്ലോ. ഈ മൃഗങ്ങളെ റീലൊക്കേറ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്ര സർക്കാരിന് എന്തെങ്കിലും ഇടപെടൽ നടത്തിയിട്ടില്ലല്ലോ. അപ്പൊ കൊടുത്ത വാഗ്ദാനങ്ങൾ ഒന്നും കൊടുക്കാതെ മനുഷ്യൻ മരിക്കുമ്പോൾ ആ സമയത്ത് ഇതൊന്നും തന്റെ ഉത്തരവാദിത്വമല്ല. അദ്ദേഹം പാട്ടുപാടിയത് മഹാപരാധമാണെന്നാണ്. ഉത്തരവാദിത്വ ബോധമുള്ള ആ ജില്ലയുടെ ചാർജുള്ള തന്റെ സ്വന്തം വകുപ്പായ ആ ഫോറസ്റ്റ് വകുപ്പിന്റെ പിടിപ്പുകേട് കൊണ്ട് സംഭവിച്ച ഒരു ദുരന്തം നടക്കുമ്പോൾ ഒരു മനുഷ്യത്വത്തിന്റെ കണികയുള്ളവർക്ക് ചെന്ന് നിൽക്കാൻ കഴിയില്ല. ആ ഫാഷൻ ഷോയുടെ ആൾക്കാരോട് പറയും ഞാൻ വരുന്നില്ല, എന്റെ വകുപ്പിൽപ്പെട്ട അല്ലെങ്കിൽ എന്റെ ചാർജുള്ള ജില്ലയിൽ വലിയൊരു പ്രശ്നം നടക്കുകയാണ്, എനിക്ക് അങ്ങോട്ട് പോകണം, ഞാൻ അങ്ങോട്ട് വരുന്നില്ല എന്ന് പറയും. പക്ഷെ ആ ജനങ്ങളുടെ ദുരിതം ഇവർക്ക് പുല്ലാണ്. ജനങ്ങൾ എന്തൊക്കെ ദുരിതത്തിലായിട്ടുണ്ടോ അന്നെല്ലാം ഒഴിഞ്ഞു മാറിയിട്ടുള്ളൂ ഈ സർക്കാർ. അതാണ് പറഞ്ഞത്, പങ്കായത്തിന് അടി കിട്ടാതെ ഓടേണ്ടി വന്ന പിണറായി വിജയൻ മറക്കരുത് ജനങ്ങളുടെ രോഷത്തെ. കാരണം പിണറായി വിജയൻ അല്ല കടൽ പ്രക്ഷുബ്ധമാക്കിയത്, പിണറായി വിജയനല്ല ചുഴലിക്കാറ്റുണ്ടാക്കിയത്. പക്ഷെ ചുഴലിക്കാറ്റുണ്ടായി ഒരു ദുരന്തമുണ്ടായപ്പോൾ ആ ദുരന്ത മുഖത്തേക്ക് ചെല്ലാൻ പോലും മടിച്ച മുഖ്യമന്ത്രിയെ ജനങ്ങൾ കൈകാര്യം ചെയ്തു. അത് തന്നെ ചെയ്യും. നിങ്ങൾ അവിടെ ചെയ്തിട്ട് നിങ്ങൾ ഒരു ഗൂഢാലോചനയും കാണണ്ട. ഈ സർക്കാരിന്റെ പ്രശ്നം ഏറ്റവും പ്രതിസന്ധിയിൽ ജനങ്ങൾ നിൽക്കുമ്പോൾ ആ പ്രതിസന്ധിയിലെ ജനങ്ങളെ രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമാക്കി മാറ്റാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അത് ചിലപ്പോൾ മതതീവ്രവാദം വരെ ഇവർ ഉപയോഗിക്കും. അത്തരത്തിൽ നെറികെട്ട രാഷ്ട്രീയം ഇവർക്കുണ്ട്. ഇവിടെ പ്രശ്നം എന്താ? ഇവിടെ പ്രശ്നം കൊല്ലപ്പെടുമ്പോൾ നടത്തേണ്ട ചർച്ചയല്ല. നേരത്തെ ശ്രീ ഗുരുവായൂരപ്പൻ പറഞ്ഞു ഞാൻ ഏതാണ്ട് കൊല്ലാൻ വേണ്ടിയിട്ട് ഞാൻ നിന്നു. ഇല്ല, ഞാൻ കള്ളിങ് ഏറ്റവും അവസാനത്തെ ഓപ്ഷനാണ് എന്നാണ് പറയുന്നത്. എപ്പോഴാ കള്ളിങ്ങിന്റെ ഓപ്ഷൻ, കൊലപ്പെടുത്തുക എന്നുള്ള ഓപ്ഷൻ വരുന്നത്? ജനങ്ങൾക്ക് ആശങ്കയോടെ, ജനങ്ങൾക്ക് ഭീതിയോടെ ഈ ഒരു മൃഗത്തെ പേടിച്ച് ജീവിക്കേണ്ടി വരുന്ന സാഹചര്യത്തിൽ മറ്റൊരു സാഹചര്യമില്ല എന്ന് പറയുമ്പോഴാണ് ഞങ്ങൾ അനുവദിക്കുന്നത്, അല്ലെങ്കിൽ ഞങ്ങളത് പറയുന്നത്. പക്ഷെ ആ ഇതിന് മുൻപെട്ട് നടപടി എടുക്കേണ്ട സർക്കാർ കയ്യും കെട്ടി നോക്കിയിരിക്കുക.
നിഷാദ് ഒരു മിനിറ്റ്. പണമില്ലാത്തതിനെ കുറിച്ച് പറഞ്ഞില്ലേ? കഴിഞ്ഞ സാമ്പത്തിക വർഷം അനുവദിച്ച 48.8 കോടിയിൽ 48% മാത്രം ചെലവാക്കിയ സർക്കാരല്ലേ? 48% ചെലവാക്കി എന്ന് പറഞ്ഞാൽ ഈ ഇവരുടെ ഉദ്യോഗസ്ഥർക്ക് ശമ്പളം കൊടുക്കാനും അവിടുത്തെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാത്രം പണം ചെലവാക്കിയതാണ് അർത്ഥം. 48% പണം ചെലവാക്കാൻ സർക്കാർ. ആന്റണി രാജു ഒന്ന് പറയണം, നബാർഡിന്റെ 13.5 കോടി കിട്ടിയല്ലോ അതിരപ്പള്ളി ഉൾപ്പെടെയുള്ളിടത്ത് ഫെൻസിങ് ചെയ്യാൻ. നിങ്ങൾക്ക് 2 വർഷമായിട്ട് ടെൻഡർ ചെയ്യാൻ പറ്റുമോ? പണമില്ലാത്തതുകൊണ്ട് ചെയ്യാതിരിക്കുന്നു എന്ന് ആരെയാ നിങ്ങൾ പറ്റിക്കുന്നത്? കേന്ദ്ര സർക്കാരിന്റെ 620 കോടി ഉണ്ടായിരുന്നല്ലോ, അതിന് നിങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞോ? ചെയ്തില്ലല്ലോ. നിങ്ങൾ ജനങ്ങളെ വിധിക്ക് വിട്ടുകൊടുത്ത് കയ്യും കെട്ടി നോക്കിയിരുന്നുകൊണ്ട് ആസ്വദിച്ച ഭരണത്തിന്റെ നുകരുകയാണ്. അതാണ് പ്രശ്നം. ശ്രീ രാജു എബ്രഹാം, താങ്കളുടെ മറുപടി എന്താണ്? രണ്ടാമത്തെ കാര്യം, ഈ പ്രശ്നത്തിന് കേന്ദ്ര സർക്കാരിൽ നിന്ന് വളരെ പെട്ടെന്നൊരു പരിഹാരം എന്ന് പറയുന്നത് നമുക്ക് ഇപ്പം നിലവിൽ പ്രതീക്ഷിക്കാൻ കഴിയാത്ത ഒന്നാണ്. അപ്പോൾ ആളുകൾ മുഴുവൻ പ്രത്യാശയോടെ ഉറ്റുനോക്കുന്നത് ഈ സർക്കാരിനെയാണ്. ഈ സർക്കാരിന് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് താനും. അപ്പം നിങ്ങളുടെ ഒരു പ്ലാൻ എന്താണെന്നാണ് നിങ്ങൾ പറയുക? അല്ല നിഷാദെ, നമ്മുടെ ഈ സാമ്പത്തിക വർഷം ഇതുവരെ വന്യമൃഗ ആക്രമണങ്ങളിൽ മരണപ്പെട്ടത് 31 ആളുകളാണ്. ഇനിയും ഈ സാമ്പത്തിക വർഷം അവസാനിക്കാൻ ഏതാണ്ട് 2 മാസം കഷ്ടിച്ച് മാത്രമേ ഉള്ളൂ. അപ്പൊ ഗണ്യമായ രൂപത്തിൽ വന്യമൃഗ ആക്രമണങ്ങളിൽ മരണപ്പെടുന്നവരുടെ എണ്ണം കണക്കെടുക്കുമ്പോൾ നമ്മൾ ഇവിടെ കുറച്ചുകൊണ്ടുവരികയാണ്. ഇത് 0 ആക്കണം എന്നാണ് നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത്. ഇതിനു മുമ്പുള്ള കണക്കൊന്നും പറഞ്ഞ് ഞാൻ ഈ സന്ദർഭത്തിൽ പിന്നെ കോൺഗ്രസ് സ്നേഹിതന്മാരെ വേദനപ്പെടുത്താനെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ഇവിടെ കമ്മ്യൂണിസമെന്നോ കോൺഗ്രസോ എന്നുള്ളതല്ല പ്രശ്നം. ഇവിടെ സുനാമി വന്ന ഇവിടെ ഈ കേരളം മുഴുവൻ വലിയ ദുരന്തം ഉണ്ടായപ്പോൾ മന്ത്രിമാരെ തടയാൻ ആരെങ്കിലും പോയോ? മന്ത്രിമാരെ തടയുകയല്ല പ്രതിവിധി, അത് രാഷ്ട്രീയ മുതലെടുപ്പാണ്. ഇത്തരം സന്ദർഭങ്ങൾ വരുമ്പോൾ ഇത് ചോര കുടിക്കാനുള്ള അത്യാർത്തി, അത് നമ്മുടെ അധികാരം നഷ്ടപ്പെട്ടതിന്റെ സങ്കടത്തിൽ അത് ചെയ്യുന്നതാണോ ശരി? അതൊരു മുതലെടുപ്പാണ്. ആ മുതലെടുപ്പല്ല നമുക്ക് ഇവിടെ വേണ്ടത്. ഇവിടെ നമ്മള് ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം. ഇവിടെ ഫെൻസിങ് വ്യാപകമായി പരമാവധി കൊണ്ടുവരാൻ ബജറ്റ് പ്രൊവിഷൻ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമ്മുടെ കേരളത്തിൽ ഇത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ തന്നെ വയനാടിന് ഇത്തവണ തന്നെ 10 കോടി രൂപയാണ് ഫെൻസിങ്ങിന് വേണ്ടി കൊടുത്തത്. അവിടെ മാത്രമല്ല, കേരളത്തിലെ എല്ലാ ഡിവിഷൻ ഫോറസ്റ്റിന്റെ കീഴിലും ഇതുപോലെ തന്നെ പണം കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് ഈ ഗണ്യമായ എണ്ണം നമുക്ക് 2011, 12, 12, 13, 14, 15 ഈ 3 വർഷം നമുക്കറിയാം ഇവിടെ 400-ലധികം ആളുകളാണ് വന്യമൃഗ ആക്രമണത്തിൽ കൊല ചെയ്യപ്പെട്ടത്. ഓരോ വർഷവും 110, 120, 130 ആളുകൾ മരിച്ച സ്ഥാനത്താണ് 31 നമ്മൾ കുറച്ചത്. അത് 0 ആക്കാൻ വേണ്ടിയാണ് ഈ ഗവൺമെന്റ് പരിശ്രമിക്കുന്നത്. പക്ഷെ ഇവിടെ അതിനുള്ള ഒരു രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുമ്പോഴാണ് സങ്കടം. ഇവിടെ അതുണ്ടാവാൻ പാടില്ല. നമുക്ക് ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് തന്നെ നമുക്ക് ഈ വന്യമൃഗ ആക്രമണം ഞാൻ ചോദിക്കുന്നത്, ജനങ്ങളുടെ രോഷം എന്ന് പറയുന്ന സംഗതി അവിടെ കിടക്കുന്നു. ജനങ്ങളുടെ ഓരോ സംഭവത്തിന് ശേഷവും ആ ലോക്കലി ഉണ്ടായി വരുന്ന ഈ പറയുന്ന പ്രതിഷേധങ്ങൾ കാണുന്നു. രാഷ്ട്രീയ മുതലെടുപ്പ് യാത്ര ഇന്ന് തുടങ്ങിയിട്ടില്ലേ ഉള്ളൂ. അതിന് മുമ്പ് ഈ പ്രശ്നം ജനങ്ങൾക്കിടയിലുണ്ട്. അതിനകത്ത് നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ശ്രീ രാജു എബ്രഹാം ഇത് കൺവിൻസ് ചെയ്യാൻ കഴിയാത്ത ജനങ്ങളെ? നിങ്ങളിത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന കാര്യം. ഞങ്ങൾ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുന്നതിന് മുമ്പ് തന്നെ ഇതിന്റെ ഒരു പരിമിതി അത് KPCC പ്രസിഡന്റ് തന്നെ ഇന്നലെ പരസ്യമായി പ്രസ്താവിച്ചു കഴിഞ്ഞു. അങ്ങ് തന്നെ ഇവിടെ പറഞ്ഞ കാര്യമാണല്ലോ. അദ്ദേഹം മന്ത്രിയായിരിക്കുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തോടൊപ്പം തന്നെ ഒരു MLA എന്ന നിലയിൽ ഇതുപോലെയുള്ള ആക്രമണം നടന്ന പ്രദേശങ്ങളിൽ സഞ്ചരിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. അദ്ദേഹം പറഞ്ഞത് വളരെ ശുദ്ധഗതിയോടുകൂടി തന്നെ, കാരണം അത് ഇട്ടിട്ട് ഓടേണ്ടി വന്നു. അതാണ് വന്യമൃഗ ആക്രമണത്തെ തടയാൻ കഴിയാതെ ഓടേണ്ടി വന്ന ഒരു KPCC പ്രസിഡന്റ് അദ്ദേഹം മന്ത്രിയായിരിക്കുമ്പോൾ പറഞ്ഞ കാര്യങ്ങൾ അത് കള്ളമാണ് എന്ന് നമുക്ക് പറയാൻ കഴിയത്തില്ല. അതൊരു യാഥാർത്ഥ്യമാണ്. സംസാരിക്കുന്നത് ഞാനൊന്ന് ഉറപ്പിക്കുകയും കൂടെ ചെയ്യട്ടെ. ഇതിനകത്ത് ശ്രീ ഗുരുവായൂരപ്പൻ നോക്കൂ, ആളുകൾക്ക് ഈ പാരസ്പര്യ ജീവിതത്തെക്കുറിച്ച്, സഹകരണ ജീവിതത്തെക്കുറിച്ചൊന്നും സംസാരിക്കാൻ സമയമില്ലാത്ത വിധം അവർ ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വയനാട്ടിലൊക്കെ പ്രത്യേകിച്ചും അവിടുത്തെ ജനങ്ങളാകെ തന്നെ ഈ ശല്യം എങ്ങനെയും ഒഴിവാക്കി തരണം എന്ന നിലയ്ക്ക് സർക്കാരുകൾക്ക് മേൽ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്യുകയാണ്. അതിനിടയിൽ എങ്ങനെയാണ് താങ്കൾ ഈ പറയുന്ന ഈ സഹകരണ ജീവിതത്തിൻ്റെ മോഡലൊക്കെ നമുക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റുക? സഹകരണ ജീവിതത്തിന്റെ മോഡൽ ഇംപ്ലിമെന്റ് ചെയ്യാതെ വേറെ ഒരു മാർഗ്ഗവും ഇല്ല. പക്ഷെ അതിനൊത്തിരി കുറച്ച് സമയം എടുത്താലും വിരോധമില്ല. ഇപ്പം ആയിട്ടല്ലോ 2025 ആയിട്ടുള്ളൂ.
അപ്പോൾ ഞാൻ വേറെ മറു ചോദ്യം വെറുതെ ഒരു അങ്ങനെ എടുത്താൽ മതി. അതായത് നാട്ടിലിറങ്ങി അല്ലെങ്കിൽ ആളുകളെ ഉപദ്രവിച്ച് കഴിഞ്ഞ ഈ കടുവയെ കൊല്ലണം എന്ന് പറയുമ്പോൾ കാട്ടിൽ കയറരുത് എന്നൊരു നിയമമുള്ള അത് എല്ലാവർക്കും അറിയാമല്ലോ. കാട്ടിൽ കയറിയ ആളുകളെയും വെടിവെച്ച് കൊല്ലാൻ നമുക്കങ്ങ് തീരുമാനിച്ചാലോ. അതുപോലെ കാട്ടിൽ കയറി നമ്മുടെ മറ്റു മൃഗങ്ങളെ മാനിനെ വേട്ടയാടുന്നു, ആനയെ വേട്ടയാടുന്നു, ഇവരെല്ലാം നമുക്ക് വെടിവെച്ച് കൊല്ലാൻ അങ്ങ് തീരുമാനിക്കാന്നേ. അപ്പോൾ നമുക്ക് ഏകദേശം പാരസ്പര്യം വേറെ ലൈനിൽ നമുക്ക് കൊണ്ടുവരാമല്ലോ. അപ്പൊ എന്തുകൊണ്ട് അലക്സെ അലമ്പാക്കല്ലേ ആ കുറിച്ച്. അപ്പോ ഞാൻ പറഞ്ഞു വന്നത് എന്തുകൊണ്ട് അപ്പൊ അതുപോലെ ഇത് നിയമത്തിൽ പോയാൽ മതി. നിയമത്തിൽ പോയി എന്തിനാ കൊല്ലാൻ തീരുമാനിക്കുന്നത്? കൊല്ലാനുള്ള അധികാരം കൊല്ലാനുള്ള അധികാരം ആര് തന്നു? ഇപ്പൊ വനം വകുപ്പാണെങ്കിൽ അതെ, ഇത് നിയമം കർക്കശമാണെങ്കിൽ എത്ര ശിക്ഷിക്കപ്പെടുന്ന അറിയാലോ പിന്നെ നിഷാദെ. ശിക്ഷിക്കപ്പെടുന്ന കേവലം 5% താഴെ മാത്രം. ഇപ്പൊ വേട്ടയാടി കാട്ടിപ്പോയവന് അവന് വല്ല ഇടി കിട്ടിയാൽ അതുള്ളൂ ശിക്ഷ. അവൻ നേരെ തിരിച്ചു വരുന്നു. വീണ്ടും ഇതേ വയനാട്ടിൽ ഞാൻ അവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് നടന്ന സംഭവമാണ്. ആന വേട്ടക്കാരൻ ജാമ്യത്തിൽ ഇറങ്ങിയിട്ട് വീണ്ടും അടുത്ത ആനയെ വേട്ടയാടാൻ പോകുന്നു. മാനിനെ വേട്ടയാടി ഉദ്യോഗസ്ഥരുടെ ഓഫീസിന് മുന്നിൽ കൊണ്ടുവച്ചിട്ട് അവർ ബഹളം വെക്കുന്നു. ഇങ്ങനെയുള്ള ഒരു കൂട്ടം ആളുകൾ അവിടെയാണ്. വയനാടുകാരെല്ലാം അങ്ങനെയല്ല ഞാൻ പറയുന്നത്. പക്ഷെ അങ്ങനെ ഒരു ഇതുണ്ട്. പിന്നെ ഈ ഒരു അടിസ്ഥാനപരമായിട്ട് അഡ്രസ് ചെയ്യേണ്ട 2 വിഷയം. ഒന്ന് അലക്സ് ഒരു 10 സെക്കൻഡ് തരും, 10 അല്ല 1 മിനിറ്റ് തരും. അതായത് ഈ എന്തുകൊണ്ട് ഈ കടുവ ആളുകളെ ആക്രമിക്കുന്നു ആ പ്രശ്നത്തിലേക്കല്ല നമ്മൾ പോകേണ്ടത്. അത് നമ്മൾ പോകണമല്ലോ. അതിന് ഫുഡ് എന്തുകൊണ്ട് ഇല്ലാതായി? ഇപ്പൊ ഈ പറഞ്ഞ കടുവയാണെങ്കിൽ പോലും കഴിഞ്ഞ നമ്മൾ അറിഞ്ഞിടത്തോളം ഈ 4-5 ദിവസമായിട്ട് വെള്ളവുമില്ല, ഭക്ഷണവുമില്ല. അപ്പൊ അത് വിശന്ന്, അതായത് മരണശൈലിയിൽ അത് കിടക്കുകയാണ്. അതിനിടയ്ക്കാണ് നമ്മൾ അതിനെ വെടിവെച്ച് കൊല്ലാനായിട്ട് പോകുന്നത്. അത് പ്രാണരക്ഷാർത്ഥമാണ് ഈ കടുങ്കൈ ചെയ്യേണ്ടി വരുന്നത്. അല്ല നോക്ക്, നമ്മൾ പകലോ ഈ ജീവികൾക്ക് ഒരു സ്വൈരം കൊടുക്കുന്നില്ല. രാത്രിയെങ്കിലും അല്പം വെള്ളം കുടിക്കാനോ എന്തെങ്കിലും ഒരു ഭക്ഷണത്തിന് വേണ്ടിയിട്ട് അവർ വരുന്ന സമയത്ത് അപ്പോഴും നമ്മൾ ക്യാമറ കണ്ണുകളും ആളുകളൊക്കെ കാവലിരുന്ന് അതിനെ കൊല്ലാൻ വേണ്ടി നോക്കുക. അത് ഒരു നീതിക്ക് നിരക്കുന്നതാണോ എന്നുള്ളൊന്ന്. രണ്ടാമത്തത്, ഈ ശാസ്ത്രീയമായിട്ടുള്ള പഠനത്തിന്റെ വേറെ ഒരു പറയാം. അതൊന്നും എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. നോക്കൂ, ഒരു പ്രത്യേക ഏരിയക്കകത്ത് ഇത്ര എണ്ണം കടുവകൾ ഉണ്ടാവാൻ പാടുള്ളൂ എന്ന് അലക്സ് പറയുന്നതൊക്കെ ശരിയാണ്. അതിന്റെ ഹാബിറ്റാറ്റിനെയും കൂടെ ബേസ് ചെയ്തിട്ടാണ് പെരിയാർ ടൈഗർസ് എന്തുകൊണ്ട് കുറഞ്ഞു, വയനാട്ടിൽ കൂടി എന്നുള്ളതിന്റെ ഒക്കെ ഞാൻ പറയുന്നത്. അപ്പോൾ ഈ ഓപ്പൺ ഏരിയയിൽ കടുവകളുടെ എണ്ണം കൂടുതലായിരിക്കും. കാരണം അതിനോട് തിന്നാനുള്ള മാനുകളൊക്കെ എണ്ണം കൂടുതലായിരിക്കും. പക്ഷെ ആ മാനുകൾ വരെ മനുഷ്യൻ ഡെയിലി തിന്നുകൊണ്ടിരിക്കുന്നുള്ള കാര്യം ഇല്ലാന്നൊന്നും ആർക്കും സമ്മതിക്കാൻ ശാശ്വതമായ പരിഹാരം ഏത് വിധേന ഉണ്ടാക്കുന്നത് എന്ന ആവശ്യം വരുന്നുണ്ട്. എന്റെ സമയം ഒന്ന് എക്സീഡ് ആയതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു സമയം തരാൻ ഞാൻ നിർവാഹകരത്തോടെ മനസ്സിലാക്കുമല്ലോ. നമുക്ക് അടുത്ത ദിവസം വീണ്ടും ഇരിക്കാം. ഗവൺമെന്റുകൾക്ക് കാര്യത്തിൽ ശാശ്വത പരിഹാരം ഉണ്ടാക്കാൻ കഴിയട്ടെ. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. ശ്രീ ഗുരുവായൂരപ്പൻ, ശ്രീ രാജു പി. അബ്രഹാം, രാജു പി. നായർ, ശ്രീ അലക്സ് ഒഴുകയിൽ.